നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിലെ സ്വർണം കാണാതായതിൽ ദേവസ്വം വിജിലൻസിനും സംശയമില്ല. സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും സംരക്ഷിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായിരുന്നു അന്വേഷണമെങ്കിലും സ്വർണം കളവ് പോയതിൽ വിജിലൻസിനും സംശയമില്ല. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. സർക്കാരിനും ദേവസ്വം ബോർഡിനും തൽക്കാല ആശ്വാസം. അന്വേഷണം നടക്കുന്നതിനാൽ വാ തുറക്കേണ്ട. കള്ളക്കളി എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യമായി കഴിഞ്ഞു. എത്ര കിലോ സ്വർണം പോയെന്ന് മാത്രം കൃത്യമായ വിവരമില്ല. ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെയും സ്വർണത്തിന്റെയും കണക്കൊക്കെ തോന്നിയപടിയാണെന്ന് 3 ആഴ്ച കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. അയ്യപ്പ വിശ്വാസമുള്ള കുടുംബത്തിൽ നിന്നാണെന്ന് വികാരാധീനായി നാടകം കാട്ടിയിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പോലുള്ളവരുടെ വികലമായ ന്യായങ്ങൾ തുടരുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. നമ്പർ 1 കേരളത്തിലെ നമ്പർ 1 തട്ടിപ്പ് പുറത്തുവരുന്നു. പേരിൽ BJP നേതാവ് ശ്രീ VS ജിതിൻ ദേവ്, അയ്യപ്പ ധർമ്മസേനയുടെ പ്രതിനിധി ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ വിജയ് മല്യ നിയോഗിച്ച വിദഗ്ധനായ ശ്രീ സെന്തിൽ നാഥൻ, CPM സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ സെന്തിൽ നാഥൻ, താങ്കൾ നേരത്തെ പറഞ്ഞിരുന്നത് 2 ദ്വാരപാലകരുടെയുമായിട്ട് 5 കിലോ സ്വർണമാണ് ആ കവചത്തിൽ ഉള്ളത് എന്നാണ്. ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ ഏകദേശം 1.5 കിലോ എന്നാണ്. ഇത്തരമൊരു അന്തരം വരുവാനുള്ള കാരണം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എത്രയാണ് സ്വർണമെന്ന് എവിടെയും രേഖപ്പെടുത്താത്തതിന്റെ പ്രശ്നമല്ലേ ഇത്? ആയിരിക്കാം. നമസ്തേ. ഇൻഫാക്റ്റ് ഞാനവിടെ അന്വേഷിക്കുന്ന സമയത്ത് ദി ദെൻ കോൺട്രാക്ടർ JNR ജ്വല്ലറിയുടെ കോൺട്രാക്ടർ മിസ്റ്റർ നാഗരാജനോട് ഞാൻ സംസാരിക്കുമ്പോൾ കിട്ടിയ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിലും പ്ലസ് എൻ്റെ അറിവും ചേർത്തിട്ട് ഇത്ര സ്ക്വയർ ഫുട്ടിൽ ഇത്ര കയറാൻ സാധ്യതയുണ്ട് ഗോൾഡ് എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ അത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. ഇതൊരു വശമാണ്. അപ്പോൾ വിത്ത് മൈ ടെക്നോളജിക്കൽ നോളജ് ഓൾസോ ആണ് ഞാനത് പറഞ്ഞിരിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഏതായാലും കണ്ടെത്തിയേക്കുന്നത് 1.5 കിലോയോളം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇവിടെ വേറൊരു ചോദ്യം വരുന്നത്, there are 2 sets, അതായത് 1+1, 2 ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ദ്വാരപാലകന്മാരുണ്ട്. അതിൽ ഒരെണ്ണത്തിനാണോ ഈ 1.5 കിലോ അല്ലെ രണ്ടും ചേർത്തിട്ടാണോ 1.5 കിലോ എന്നുള്ള ചോദ്യത്തിനും ഉത്തരം പറയണം. അതറിഞ്ഞാൽ ഒന്നും കൂടി പ്രിസിഷനിലേക്ക് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് 2നും കൂടിയാണ് ദേവസ്വം വിജിലൻസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കുറച്ച് സമയം കൂടി ഇതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. മിക്കവാറും ദേവസ്വം വിജിലൻസ് എന്താണ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് എന്നതിൽ ഒരു സംക്ഷിപ്തമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും ഹൈക്കോടതി വിധിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത് കിട്ടിക്കഴിയുമ്പോൾ എന്താണ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഹൈക്കോടതി നിയോഗിക്കാൻ കാരണമെന്ന് നമുക്ക് കൂടുതൽ ബോധ്യമാകും. ശ്രീ സെന്തിൽനാഥൻ. യെസ്, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് ഇസ് എ വെരി റീസണബിൾ സ്റ്റെപ്പ് SITന് വെച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ നമുക്ക് ഏകദേശം നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. വെദർ ഇത് മനഃപൂർവ്വം ചെയ്തതാണോ അല്ലേ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ ഉള്ളത് ഡെഫിനറ്റ്. ദാറ്റ് മൂവ് ഇസ് എ അപ്രീഷിയേറ്റബിൾ മൂവ്. ഒരു ഭക്തനായിട്ട് എനിക്ക് പറയാൻ പറ്റും അത്. പ്ലസ് ഇത് നമ്മുടെ ഒരു നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ്, സംസാരിച്ചതിൻ്റെ ബേസിസിൻ്റെ അടിസ്ഥാനത്തിലും നമ്മുടെ സെയിം 24 ചാനൽ ന്യൂസ് 18 ചാനലിൽ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞത് നേരത്തെ നമ്മളൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. 26 കിലോ വീതം 52 കിലോ കൊടുത്തു വിടുമ്പോൾ അതിൽ ഈ ഇത്രയും വന്നിട്ടില്ലേ 4 കിലോ എവിടെ പോയി? അപ്പോൾ ഏകദേശം ആ ഒരു അസംഷൻ വെച്ച് നോക്കുമ്പോഴും ഡോറുൽ പൂശിയേക്കടേൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഇത്ര കാണണം എന്നുള്ളൊരു അസംഷനിലും കൂടിയിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. എന്തായാലും ഒരു കാര്യം ബോധ്യമായിട്ടുണ്ട്, ദേവസ്വം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട്. കൊടുത്തുവിട്ട സ്വർണ്ണപ്പാളി അത് തന്നെയാണ് കൊടുത്തുവിട്ടതെന്ന് അറിയില്ല. അതിൽ എന്തായാലും 1.5 കിലോയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വന്നതിൽ 2019 തിരികെ കൊണ്ടുവച്ചതിൽ എന്തായാലും 394 ഗ്രാം, 397 ഗ്രാം എന്നാണ് നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. ഏകദേശം അതിനടുത്തുള്ള, അതായത് ഏകദേശം 50 കിലോ 50 പവൻ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ദേവസ്വം വിജിലൻസിന് ബോധ്യമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിലൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഭരണസമിതിയെയും ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ സർക്കാരിനെയും ഒക്കെ രക്ഷിക്കുവാനുള്ള ശ്രമം ഉണ്ടാകും. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയമുനയിൽ നിർത്തിക്കൊണ്ടാണ്
ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്, ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത് പ്രാഥമിക വിവരം അനുസരിച്ച്. അതങ്ങനെ വരുവാനുള്ള അത്രയും പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ താങ്കൾ കരുതുന്നുണ്ടോ ഇനി തുടരന്വേഷണം വരുമ്പോൾ, പ്രത്യേക അന്വേഷണ സംഘം വരുമ്പോൾ ഇതിനപ്പുറത്തേക്ക് ആരാണ് ഇതിന് ഉത്തരവാദികൾ, ആരാണ് സ്വർണം കട്ടത് എന്നുള്ള കാര്യം വെളിയിൽ വരുമെന്ന്? ഉറപ്പായിട്ടും. കാരണം എന്താ വെച്ചാൽ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വന്നിട്ട് ചെമ്പാണ് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നുണ്ട്. ഇവിടെയും റെക്കോർഡിക്കലായിട്ട് ചെമ്പാണ് കൊടുത്തുവിട്ടേ എന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 390 ഗ്രാം അതിൽ പൂശിയിട്ടുണ്ടെങ്കിൽ പഴയത് എവിടെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ഇങ്ങനെ ഓരോ പരസ്പര വിരുദ്ധമായിട്ടുള്ളത് പറയുമ്പോഴേക്കും അവർക്ക് തന്നെ മനസ്സിലാവും ഇതിൽ എവിടെ ഒരു തെറ്റുണ്ട് എന്നുള്ളത്. പുതിയൊരാളുടെ ഒരു അന്വേഷണത്തിന് ആവശ്യം വേണ്ടി വരില്ല. മീൻസ് ആദ്യം പറഞ്ഞ എന്താണ്, ചെമ്പ് കിട്ടി, പിന്നെ ചെമ്പ് പെയിൻറ്റ് ചെയ്ത് ഗോൾഡ് പെയിൻറ്റ് ചെയ്ത സാധനം കിട്ടി, അവിടെ തന്നെ ഒരു കോൺട്രാഡിക്ട് സ്റ്റേറ്റ്മെൻറ്റായി. പിന്നെ ഇത് ഏറ്റവും വലിയ വിചിത്രം, ഇത് കൊണ്ടുപോകാൻ പാടില്ലാത്ത സാധനം എന്തുകൊണ്ട് കൊണ്ടുപോയി, അതിനും അവനൊരു ഉത്തരം തന്നു. ദാരുശില്പം എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യം വന്നു, അല്ലെങ്കിൽ കൊടുത്തു വിടേണ്ട ആവശ്യം വന്നില്ലായിരുന്നു എന്നുള്ളതാണ് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. എന്തുകൊണ്ട് കൊടുത്തു വിട്ടെന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ ശരിക്കും ദാരുശില്പം എന്ന് പറഞ്ഞാൽ ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ശില്പത്തിനെയാണ് ദാരുശില്പം എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട് അപ്പോൾ അവിടെ കൃഷ്ണശിലയാണുള്ളത്, അതിൽ ഡൈ എടുത്തിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്, ഓൾറെഡി നിലവിലുള്ള സാധനമാണ്. അപ്പോൾ ദാരുശില്പം ആയതുകൊണ്ട് കൊടുത്തു വിട്ടു എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓരോന്ന് വെച്ച് നോക്കുമ്പോഴേക്കും പരസ്പര വിരുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ ഇത് അന്വേഷണ സംഘത്തിന് ഇത് എവിടെയെങ്കിലും ഒരു ഇത് കണ്ടെത്താൻ പറ്റും. പിന്നെ അന്വേഷിക്കേണ്ടത് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണോ, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണോ എന്നുള്ളത് അവർ തന്നെ കണ്ടെത്തേണ്ട ഒരു സാധനമാണ്. നമുക്കൊരാളൊരു അങ്ങനെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തതിന് നമുക്കതിനെ ക്ഷമിക്കാൻ പറ്റും. പക്ഷേ അറിവോടുകൂടി ചെയ്യുന്നതിന് വന്നിട്ട് ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യനബിൾ ആൻഡ് ഇറ്റ് ഇസ് എ പണിഷബിൾ ആക്ട്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഒരു കാര്യം വ്യക്തമായല്ലോ, ശബരിമലയിൽ നിന്ന് സ്വർണം പോയിട്ടുണ്ട്, ആണല്ലോ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഇനി ആര് സ്വർണം കട്ടു എന്നേ ഉള്ളൂ. ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതിയെയും സർക്കാരിനെയും ഒക്കെ രക്ഷിക്കാൻ ശ്രമം നടത്തും. അതുതന്നെയാണ് ഉണ്ടായതും. പക്ഷേ ഈ സ്വർണം പോയിട്ടില്ല എന്ന് ആർക്കും പറയാൻ പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമായിട്ട് ഒതുക്കുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി അവിടെ തിരികെ അത്രയും സ്വർണ്ണമല്ലാതെ അതിൽ കുറച്ച് സ്വർണ്ണമുള്ള ഒരു പാളി കൊണ്ടുവച്ചു എന്ന് പറയുമ്പോഴും എന്തിനു കൊടുത്തുവിട്ടു എന്നുള്ള കാര്യം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ചെമ്പ് പാളികളാണ് എന്നുള്ള ഉത്തരവ് സാങ്കേതികമായി ചില തെറ്റ് സംഭവിച്ചാണ് എന്നൊന്നും പറഞ്ഞ് ഒഴിയാൻ പറ്റുകയില്ല അന്നത്തെ ഭരണസമിതിക്ക്, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിന്. അല്ല, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവിധ ചാനലുകളിൽ നടന്ന ചർച്ചകളിൽ ഇതേ നിലപാട് തന്നെ ഞാൻ സ്വീകരിച്ചു. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി ബി എൻ വാസവൻ എന്ന മാധ്യമങ്ങളോട് നടത്തിയ സുദീർഘമായ സംഭാഷണത്തിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു, 2019 ഈ ദുരൂഹ വ്യക്തിയുടെ കയ്യിൽ ഒരു ഇതുമില്ലാതെ കൊണ്ട് ഇത് കൊടുത്തുവിട്ടത് തെറ്റായെന്നും അവർക്ക് വീഴ്ച പറ്റിയെന്നും ആ ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയെന്നുള്ള അദ്ദേഹം വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു. അദ്ദേഹം അന്ന് മന്ത്രിയല്ല, അദ്ദേഹം 2021 കേരളത്തിലെ ക്യാബിനറ്റിൽ മിനിസ്റ്റർ ആകുന്നത് പോലും ആ തെരഞ്ഞെടുപ്പോട് കൂടിയാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത്, സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നടപടികളാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നിങ്ങളിപ്പോ നിരീക്ഷിച്ച പോലെ തന്നെ അവിടുന്ന് സ്വർണ്ണം ഇട്ടിട്ടില്ല എന്ന് ആരെങ്കിലും വാദിച്ചിട്ടുണ്ടെങ്കിൽ അവര് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടുകൂടിയോ വിഡ്ഢികളുടെ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു, ശബരിമല ശ്രീ ധർമ്മശാസ്താവിന്റെ ദാരുശില്പങ്ങളിൽ പൊതിയാൻ 1998 വിജയവെറ്റി നൽകിയതിൽ അത് സ്വർണ്ണമുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞതിൽ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അതിൽ നിന്ന് ഇനി ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. പക്ഷെ ആരാണ് ഇത് കട്ടുകൊണ്ട് പോയിരിക്കുന്നത്, അത് എന്നാണ് കട്ടുകൊണ്ട് പോയിരിക്കുന്നത്, ആരാണ് അതിന് കൂട്ടുനിന്നത്, എന്തിനാണ് എ പത്മകുമാർ അത് ചെമ്പ് പാളികളാണെന്നുള്ളവരും ഈ 2019 തന്നെ വിവാദപരമായിട്ടുള്ള ഉത്തരവ് പുറത്തുവിട്ടത്. അതിനുശേഷമാണ് ഇത് കൊണ്ടുപോകുന്നത്. കൂടാതെ ഈ എ പത്മകുമാർ 2019 ജൂലൈ മാസത്തിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് മാർച്ച് മാസത്തിൽ ഇയാളത് ഇളക്കി എടുക്കുന്നതിന് മുമ്പിൽ ഒരു വലിയ ഭക്തരെ പോലെ നിൽക്കുന്ന പടങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. അന്നത്തെ ചിത്രങ്ങളിലും അത് സ്വർണ്ണമല്ലെന്ന് പറയാൻ പറ്റത്തില്ല. വലിയ ചിത്രങ്ങളുടെ ക്ലാരിറ്റി ഒന്നും നമുക്ക് നിർവഹിക്കാൻ സയന്റിഫിക് ആയിട്ടുള്ള അറിവൊന്നും നമുക്കൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പത്മകുമാർ എന്ന് പറയുന്ന മുൻ ദേവസ്വം പ്രസിഡന്റ് തന്നെ വിശ്വസിച്ച് സർക്കാർ ഏൽപ്പിച്ച ദേവസ്വം ബോർഡിന്റെ പദവി
ദുരുപയോഗം ചെയ്യുന്നുള്ള ചോദ്യം ഇവിടെയുണ്ട്. അങ്ങനെ ചെയ്തു എങ്കിൽ അയാളെ കഠിനമായ ശിക്ഷയ്ക്ക് തന്നെ വിധേയമാക്കണം. പക്ഷെ അത് പ്രിജുഡീസ് ആയിട്ട് അത് പ്രഡിക്റ്റ് ചെയ്യാൻ നമുക്ക് അവകാശമില്ല, വിധിക്കാൻ നമുക്ക് ആവശ്യമില്ല. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സേനയെ തന്നെ അതിന്റെ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നു. അവരത് കണ്ടുപിടിക്കും. ഗവൺമെന്റ് അത് സ്വാഗതം ചെയ്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് മന്ത്രി സ്വാഗതം ചെയ്തിട്ടുണ്ട്. നെല്ലും അതിന് തിരിച്ചറിയും. ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു, ലോകത്തിന് മുമ്പിൽ അഭിമാനമായ ശബരിമലയുടെ പരിപാവനമായ ആ വിശ്വാസത്തെയും അവിടുത്തെ സമ്പത്തിനെയും ദുരുപയോഗം ചെയ്തവര് ആരായാലും കേരളത്തിലെ പൊതുസമൂഹം രാഷ്ട്രീയത്തിനും ജാതിമതങ്ങൾക്കും അതീതമായിട്ട് അത് പൊറുക്കില്ല. അത്തരക്കാരെ ജയിലിലേക്ക് അടയ്ക്കുന്നതിനുള്ള വാതിലുകൾ തുറക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഗവൺമെന്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ പോലീസിന്റെ വലിയൊരു സംഘത്തെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ, നല്ല ഇന്നലകളുടെ ചരിത്രമുള്ള ADGP അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇത് കണ്ടുപിടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പോറ്റിയിൽ മാത്രം ചാരിക്കൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ല. കള്ളൻ പോറ്റി അവിടെ എങ്ങനെ വന്നു 2004 ശേഷം ഇത്രയും വർഷക്കാലം ശബരിമലയുടെ അധിപനെ പോലെ എങ്ങനെ വാണു, ഇതിനൊക്കെയുള്ള മറുപടി നമുക്ക് കിട്ടണം. അതിനോട് നിരവധി ഭരണസമിതികൾ വന്നും പോയിരുന്നു. ഇവരെ എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അവരൊക്കെ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറയത്തില്ല, ഈ പത്മകുമാർ തെറ്റ് ചെയ്തെന്ന് ഞാൻ പറയാനാണല്ലോ. പക്ഷേ അവരെല്ലാം സൂക്ഷ്മമായ നിരീക്ഷണത്തിലൂടെ ചോദ്യം ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ ക്ലാരിറ്റി ഉണ്ടാക്കണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ശരി, ശ്രീ ജിതിൻ ദേവ്, VS ജിതിൻ ദേവ്, താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരുമെന്ന്? മഞ്ജുഷ്, ഇപ്പം ശ്രീ റെജി ലൂക്കോസ് ഒരു കാര്യം തുറന്ന് സമ്മതിക്കാൻ തയ്യാറായി. ഇതിനകത്ത് വലിയ തരത്തിലുള്ള തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ന്യൂസ് 18 ഉൾപ്പെടെയുള്ള കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുന്ന സമയത്ത് CPM പ്രതിനിധീകരിച്ച്, സഹയാത്രികരല്ല, CPM പ്രതിനിധീകരിച്ച് CPM അയച്ച പാനലിസ്റ്റുകൾ വിവിധ ചാനലുകളുടെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ചെമ്പാണ്, ചെമ്പല്ലെന്നതിന് തെളിവുണ്ടോ, സ്വർണ്ണമാണെന്നതിന് തെളിവുണ്ടോ എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അതായത് പണ്ട് പൊന്മുട്ടയിടുന്ന താറാവെന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് കാമുകിക്ക് 10 പവന്റെ മാല കൊടുത്തതിന് ശേഷം കാമുകിയുടെ ഭർത്താവ് അത് വിൽക്കാൻ വരുന്ന സമയത്ത് അത് ചെമ്പാണെന്ന് തിരിച്ചറിയുന്ന സമയത്ത് ശ്രീനിവാസൻ കാണിക്കുന്ന ഒരു ആഘോഷ പ്രകടനമുണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. 99 മുതൽ ചെമ്പാണ് 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 എന്നാണ് CPM പ്രതിനിധികൾ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അസന്നിഗ്ധമായിട്ട് ഇവിടെ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് ഇവിടെ വിളിച്ചു പറഞ്ഞ സമയത്ത്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചപ്പോഴാണ് ഇന്ന് CPM സമ്മതിക്കാൻ തയ്യാറായിരിക്കുന്നത് ഇത് ചെമ്പല്ല സ്വർണമാണെന്ന്. എന്നിട്ടും ഇന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെയല്ല, ശ്രീ മന്ത്രി വാസവൻ എന്ന് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞൊഴിയുകയാണ്, 2019-ലും 1999-ലൊന്നും ഞാനല്ലല്ലോ ഭരിച്ചിരുന്നത്, 1999-ല് വിജയ് മല്യ സ്വർണം പൂശിയില്ലയോ എന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. പറയുന്നത് ആരാണ് മഞ്ജുഷ്? ഒരു ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ദേവസ്വം വകുപ്പ് ഉൾപ്പെടെ ഉള്ള കൈകാര്യം ചെയ്ത ഒരു മന്ത്രി പറഞ്ഞൊഴിയാൻ ശ്രമിക്കുകയാണ്, എനിക്കറിയില്ലല്ലോ എന്ന്. ഇത് എത്രമാത്രം ബാലിശമായിട്ടുള്ള ഒരു മറുപടിയാണെന്ന് നാം മനസ്സിലാക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. ഓരോ കാലഘട്ടത്തിൽ ഭരിക്കുന്നവർക്ക് അവർക്ക് തോന്നിയവാസം കാണിക്കാനുള്ള എല്ലാ അവസരങ്ങളും കൊടുത്തു. അവർ തോന്നിയവാസം കാണിച്ചു. ഒരു കാര്യം മനസ്സിലായി, കഴിഞ്ഞ 3 ആഴ്ചത്തെ ഈ ചർച്ചകളൊക്കെ കൊണ്ട് ഒരു കാര്യം മനസ്സിലായി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമലയെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന്. അവിടുത്തെ അമൂല്യ വസ്തുക്കൾ, സ്വർണം, ഇവയൊന്നും എങ്ങനെ സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ വ്യവസ്ഥകളുണ്ട്. പക്ഷേ ആ രീതിയിലല്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു തിരുവാഭരണം കമ്മീഷണർ, റിട്ടയർ ആയ ആളാണ്, MG രാധാകൃഷ്ണൻ എന്നയാൾ, അദ്ദേഹം പറയുന്നത് കേട്ടു, ഈ ഹാൻഡ് ഓവർ റിപ്പോർട്ട് ഒന്നുമില്ല എന്ന്. അതായത് മുൻ കമ്മീഷണറിൽ നിന്ന്, തിരുവാഭരണം കമ്മീഷണറിൽ നിന്ന് ഇപ്പോഴത്തെ ആളിലേക്ക് സ്ഥാനം കൈമാറുമ്പോൾ, പദവി കൈമാറുന്ന സമയത്ത് അവിടെ എന്തെല്ലാം വസ്തുക്കൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് പുതുതായിട്ട് വരുന്ന ആൾക്കൊന്നും അറിയില്ല എന്ന്. അദ്ദേഹമായിരുന്നു ആ ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടായിരുന്നത്. ഈ ചെമ്പ് പാളികൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ട സമയത്ത്, പോറ്റിക്ക് കൊടുത്തുവിട്ട ആ സമയത്ത് ഉണ്ടായിരുന്നയാൾ, അദ്ദേഹം അവിടെ ചെന്നൈയിൽ പോയി ഇത് പരിശോധിക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ചെമ്പ് പാളികളാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാവുന്നത്, അപ്പോൾ അതിന് മുൻപ് എന്തായിരുന്നു, അത് ചെമ്പാണോ സ്വർണ്ണമാണോ, അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതെനിക്ക് പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതിനെപ്പറ്റി ഒരു റെക്കോർഡിക്കലായിട്ട് ഒന്നുമില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ട് എന്താണ് അവിടെ നടക്കുന്നത് എന്നതിനെക്കുറിച്ച് അന്തിച്ചു നിൽക്കുകയാണ് നമ്മളൊക്കെ. അതെ മഞ്ജുഷേ, ഇപ്പൊ ഈ നമ്മുടെ ചാനലിൽ തന്നെ ചർച്ചയ്ക്കിരിക്കുന്ന ശ്രീ സെന്തിൽനാഥ്, അദ്ദേഹം ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ ഇതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞില്ല, അന്ന് അദ്ദേഹം നടത്തി പരിശോധന നടത്തി വിദഗ്ധനല്ല, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലോ. അന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ പോലും ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് CPM നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഒരു കണക്കുമില്ല മഞ്ജുഷ്. ഒരിടത്ത് മാത്രമല്ല, ഇത് ശബരിമലയുടെ മാത്രം വിഷയമല്ല.
നമ്മളുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതും മറ്റ് ദേവസ്വം ബോർഡുകൾക്ക് കീഴിലുള്ളതുമായിട്ടുള്ള ക്ഷേത്രങ്ങളിലെ ഈ പറഞ്ഞതുപോലെ ഉരുപ്പടികൾ എടുത്ത് പരിശോധിച്ച് ഇതിനൊന്നും ഒരു കണക്കും വ്യവസ്ഥയില്ല. അതുകൊണ്ടാണ് ഹൈക്കോടതി ജസ്റ്റിസ് KT ശങ്കറിനെ നിയമിച്ചുകൊണ്ടൊരു ഇൻവെന്ററി ഓഡിറ്റിംഗ് നടത്തണമെന്ന് പറഞ്ഞത്. ആ ഇൻവെന്ററി പരിശോധിക്കണം എന്ന് പറഞ്ഞതിനെ കൂട്ടുപിടിച്ചുകൊണ്ട് 4-5 ദിവസമായിട്ട് CPM പറഞ്ഞുകൊണ്ടിരുന്നതാണ് കോടതി അങ്ങനെ അന്വേഷിക്കാൻ ആളിനെ വെച്ചിട്ടുണ്ട്, അവിടെ ജഡ്ജിയെ നിയമിച്ചിട്ടുണ്ട്. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? നോക്കൂ, ഇന്ന് കോടതി തന്നെ ടൈം ലിമിറ്റ് നിർണയിച്ച് ഒരാളോടും ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. ഈ അവസ്ഥയിലേക്ക് ഹൈക്കോടതി ഇടപെടൽ നടത്തിയില്ലായിരുന്നെങ്കിൽ ഇവർ തന്നെ അടിച്ചോണ്ട് പോയേനെ. അതുകൊണ്ട് ഇവിടെ റജി ലൂക്കോസ് പറഞ്ഞതുപോലെ വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട്. പത്മകുമാറിന്റെ കാലഘട്ടത്തിലും കടകംപള്ളിയുടെ കാലഘട്ടത്തിലും വലിയ കള്ളത്തരം നടന്നിട്ടുണ്ട്. ഈ കള്ളന് കഞ്ഞി വെച്ചവരാണ് ഇവർ രണ്ടുപേരും. ഇവർ കള്ളത്തരത്തിന് കൂട്ടുനിന്നിട്ടുണ്ട് ശബരിമലയെ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ട്. ശരിയാണ്. അത് മുൻ ദേവസ്വം മന്ത്രി G. സുധാകരൻ അദ്ദേഹം അത് അടിവരയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഇങ്ങനെ പല കാര്യത്തിലും മുമ്പന്തിയാണ്, പക്ഷെ എല്ലാ കാര്യത്തിലും മുമ്പന്തിയിലാണ്. എത്രയോ കാര്യങ്ങൾ നമ്മൾ പുറകെ കിടക്കും. എന്തെല്ലാം വൃത്തികേടാണെങ്കിലും അതിന് 10-20-30 വർഷത്തിലെടുത്ത് എന്തെല്ലാം വൃത്തികേട് കിടക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മുമ്പിലാണ്, പറയാൻ പറ്റില്ല. അപ്പൊ സ്വർണ്ണപ്പാട് മോഷിച്ചെന്ന് പോയി, അത് നമ്മൾ നമ്പർ 1 ആണ്. എല്ലാ പാർട്ടിക്കാരും അന്വേഷണം ആവശ്യപ്പെട്ടു, ഒരു പാർട്ടി മാത്രം ഗവർണർമാർക്കും ആവശ്യപ്പെട്ടു. പരിഹാസമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലുള്ളത്. കാരണം തന്റെ കാലത്ത് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പിന്നീട് വന്ന ദേവസ്വം മന്ത്രിമാർക്ക് നേരെ കൂടിയാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. അതിൽ കടകംപള്ളി സുരേന്ദ്രനും ഉൾപ്പെടുന്നു, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനും ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ശ്രീ രാഹുൽ ഈശ്വർ, എന്തായാലും സ്വർണം കാണാതായി എന്നുള്ള കാര്യത്തിൽ ഇനി തർക്കമില്ല. ഇനി ആർക്കും അത് പ്രതിരോധിക്കാൻ കഴിയുകയില്ല. അയ്യോ, അത് സ്വർണമൊന്നുമല്ല, ചെമ്പാണ് ആ പാളികൾ എന്നൊന്നും ഇനി ആർക്കും സമർത്ഥിക്കാൻ കഴിയില്ലല്ലോ. മഞ്ജുഷ്, ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. സ്വർണം കാണാതായി എന്നല്ല മഞ്ജുഷ് ജി, 3 പോയിന്റുകളേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. രണ്ടാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. മൂന്നാമത്തെ പോയിന്റ്, ദേവസ്വം ബോർഡ് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു. അതിന്റെ സീരിയസ്നെസ് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സാക്ഷാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ, NSSന്റെ സ്ഥാപകൻ മന്നത്ത് ആചാര്യൻ ഇരുന്ന, പിന്നീട് കേരള മുഖ്യമന്ത്രിയായ ശ്രീനാരായണ ഗുരുദേവനും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും ശ്രീനാരായണീയനുമായ R. ശങ്കർ ഇരുന്ന ആ മഹത്തരമായ ബോർഡ് അന്നത്തെ ചില ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ കൂട്ടാളികൾ ഉണ്ണികൃഷ്ണ പോറ്റിയോട് ചേർന്ന് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി മോഷണം നടത്തി, തെഫ്റ്റ്, റോബറി, കളവ് നടന്നു. എത്രയെന്നുള്ള ഇനി നമ്പർ നമുക്ക് തർക്കിക്കാം. വിജിലൻസിന് ചില ആൾക്കാർ മൊഴി കൊടുത്ത പോലെ 800 ഗ്രാം ആണോ, ചില ഇപ്പം വിജിലൻസ് ഇന്ന് കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന പോലെ 1.5 കിലോഗ്രാം ആണോ, അതോ 4.5 കിലോഗ്രാം ആണോ? ഇനിയും ജസ്റ്റിസ് KT ശങ്കരൻ വന്ന് ഇൻവെന്ററി എടുക്കുമ്പോൾ ബാക്കി എന്തിന്റെയെങ്കിലും സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് അപ്പം അറിയാം. പക്ഷേ സ്വർണം ദേവസ്വം ബോർഡിന്റെ അറിവും സമ്മതവും ഒരുപക്ഷെ നേതൃത്വത്തോടു കൂടി മോഷ്ടിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കം വേണ്ട. അതാണ് ഇവിടുത്തെ വിഷയം. ഇവിടെ എനിക്ക് നേരത്തെ ശ്രീ റജു ലൂക്കോസ് ഒക്കെ പറഞ്ഞ നിലപാട് വളരെ സ്വാഗതാർഹമാണ്. കാര്യം ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല. ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാൾ റജി ലൂക്കോസ് സാറിന്റെ പാർട്ടിക്കാരനും നല്ല കമ്മ്യൂണിസ്റ്റുകാരനുമായ ശ്രീ G. സുധാകരനാണ്. ചരിത്രത്തിലെ ഏറ്റവും നല്ല ബോർഡുകളിൽ ഒന്ന് കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ സാറും അജയ് തറയിൽ സാറും ഇടുന്ന ബോർഡാണ്. ഹിന്ദു ഐക്യത്തിന് വേണ്ടിയും പിന്നോക്ക ക്ഷേമത്തിന് വേണ്ടിയും മലേറിയർക്ക് വേണ്ടിയും ഒക്കെ അവരാൽ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും വലിയ ഭക്തൻ, ശബരിമലയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി 4.50 വർഷം 40 വർഷം 50 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കുമ്മനം രാജശേഖരനെ പോലെ വലിയൊരു കാവ്യ എടുക്കാത്ത സന്യാസി അടക്കം ഈ BJP എന്നാണ്. അപ്പൊ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരുണ്ട്, പക്ഷെ ചില പാർട്ടികളിൽ ചീത്ത ആൾക്കാരുമുണ്ട്. ആ ചീത്ത ആൾക്കാരെ കണ്ടെത്താനുള്ള ശ്രമത്തിനിടയിലാണ് നമ്മൾ. അതുകൊണ്ട് അയ്യപ്പന്റെ സ്വർണം മോഷ്ടിച്ചു ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ, അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് അതിന് കഴിയുമോ? ഈ കണ്ടെത്തുവാൻ ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ കൊണ്ട് കഴിയുമോ? സർക്കാരിന്റെ കീഴിൽ തീർച്ചയായിട്ടും അല്ല. ഹൈക്കോടതിക്ക് അല്ല, ഒരു കാര്യം കൂടെ മഞ്ജുഷ്, എനിക്ക് ടെക്നിക്കലി എന്തോ എററുള്ളതുകൊണ്ടാണ്, ക്ഷമിക്കണം, നിങ്ങൾ പറയണ കേൾക്കാൻ പറ്റാത്തത്. ഒറ്റ കാര്യം ഓർത്താൽ മതി, വിശ്വസിക്കാൻ കഴിയുന്ന ഏക കാര്യം അയ്യപ്പൻ കഴിഞ്ഞാൽ ശബരിമല ഹൈക്കോടതിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഒരിക്കലും ഒരു തെറ്റ് പറ്റി. സുപ്രീം കോടതിയുടെ തെറ്റ് അയ്യപ്പനായിട്ട് തിരുത്തുകയും ചെയ്തു. പക്ഷേ കോടതികളെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഹൈക്കോടതിയെ വിശ്വസിക്കാം. ഹൈക്കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തന്നെ വേണം. ഹൈക്കോടതി മോണിറ്റർ ചെയ്യണം. ഒരു രാഷ്ട്രീയക്കാരനെ താഴെ ഇരിക്കുന്ന ഒരു സംഘത്തെ നമുക്ക് വിശ്വസിക്കണ്ട. പക്ഷേ ഹൈക്കോടതിയെ വിശ്വസിക്കാം. കാര്യം ഹൈക്കോടതിക്ക് ശബരിമലയിൽ നിയമപരമായിട്ട് ഒരു ഉത്തരവാദിത്വമുണ്ട്. ശബരിമലയുടെ കണക്ക് നോക്കുന്നതുമാണ്. അതുകൊണ്ട് 1-2 ആഴ്ചക്കുള്ളിൽ ഇത് ചെയ്തവരെ അറസ്റ്റ് ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്താ ഈ ചുമ്മാ ഈ ചില ആൾക്കാരൊക്കെ വന്നിട്ട് 20 വർഷത്തെ കണക്ക് അന്വേഷിക്കണമെന്നൊക്കെ ചുമ്മാ തെള്ളുന്നുണ്ട്. അതിലൊന്നും ഒരർത്ഥവുമില്ല.
യഥാർത്ഥത്തിൽ ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ചവരെ പിടിക്കാൻ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സാധാരണ ഭക്തരുടെ ആഗ്രഹം. അങ്ങനെ അയ്യപ്പന്റെ സ്വത്ത് കെട്ട ആരും അവിടെ നിന്ന് അങ്ങനെ സുഖിച്ചു പോകരുത്. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ ജയിലിലിടണം. അല്ല, ഇതിനകത്ത് ഇപ്പോൾ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത് സ്വർണ്ണപ്പാളിയാണ്, പക്ഷേ അത് ചെമ്പുപാളി ആക്കി, പിന്നെ അതിൽ സ്വർണത്തിന്റെ അളവ് കുറച്ചു എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടാണല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ചുമ്മാ പറയുന്നതാ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രമല്ല, ചുമ്മാ പറയുന്നതാ. കാരണം ഒന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ചെമ്പാണെന്ന വ്യാജരേഖ ഉണ്ടാക്കിയവരെ പിടിക്കണ്ടേ? അതിലും മിണ്ടാട്ടമില്ല എന്നാണ്. അത് സാങ്കേതികമായ എന്തോ ഒരു തെറ്റെന്ന രീതിയിലാണ് വിജിലൻസ്. അത് വിജിലൻസ് ഇവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമം ആണല്ലോ അതിന് പിന്നിലുള്ളത്, അല്ലേ? അറിയാലോ, വിജിലൻസ് ദേവസ്വം ബോർഡിന്റെ താഴെ വരുന്ന ഒരു സംവിധാനമല്ലേ. അതുകൊണ്ട് ADGP ലെവലിലുള്ള ഒരാൾ അന്വേഷിക്കണം, കോർട്ട് മോണിറ്റേഡ് പ്രോബ് വേണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. ശരി, ശ്രീ സെന്തിൽനാഥൻ, ഇതിന് അത്ര എളുപ്പം ആണോ ഈ കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഇതിനെക്കുറിച്ച്, ഈ ഇൻവെന്ററിയെക്കുറിച്ച് എന്തൊക്കെയാണ് ഉള്ളതെന്ന് അതിനെക്കുറിച്ച് കൃത്യമായ രേഖകൾ പോലും സൂക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പോൾ 99-ൽ എത്ര സ്വർണമാണ് പൊതിഞ്ഞിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പോലും വിവരമില്ല. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്താനാണ്? അത് ചെമ്പാണോ സ്വർണമാണോ? ഇതിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? അതെ, കാലപ്പഴക്കം നിശ്ചയിക്കാൻ പറ്റും. ടെക്നിക്കലി വന്നിട്ട് സ്ക്വയർ ഫുട്ടിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ എത്ര പൂശാൻ സാധ്യതയുണ്ടെന്നും അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിലും നമുക്ക് ഡെഫിനറ്റായിട്ട് നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യ ഇന്ന് ഓൾറെഡി ഇൻ എക്സിസ്റ്റൻസ് ഉണ്ട്. അതിൽ സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം തർക്കമില്ല എന്നുള്ളത് തന്നെ ഒരു വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ശ്രീ ലൂക്കോസ് പറഞ്ഞ പോലെ തന്നെ ദേ അക്സെപ്റ്റഡ് ദാറ്റ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഇറ്റ്. അതിനൊരു അഭിനന്ദനം നമ്മൾ പറയണം. അറ്റ് ദ സെയിം ടൈം എല്ലാ ടെക്നിക്കൽ വശവും നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു സ്ക്വയർ ഫുട്ടിന് ഇത്ര വെയിറ്റ് വരും. ആ വെയിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത്ര സ്ക്വയർ ഫുട്ടിൽ ഇത്ര പൂശിക്കഴിഞ്ഞാൽ ഇത്ര ലെയേഴ്സ് ഉണ്ടാകുന്നുള്ള എല്ലാ അറിവും ഇന്ന് അവൈലബിൾ ആണ്. 30 വർഷത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ട് അമാൽഗമേഷൻ യൂസ് ചെയ്തു, വൈ ഡിഡ് നോട്ട് യൂസ് ദാറ്റ് കോപ്പർ പ്ലേറ്റിംഗ്, അത് ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രോസസ്സ്, ഇതിനെല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങളുണ്ട്. സേഫ്റ്റി ഏതാണ്, എന്തുകൊണ്ട് ക്ലിയർ കോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇതെല്ലാം അന്വേഷണത്തിലൂടെ നമുക്ക് അവർക്ക് ലീഡ് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർക്ക് ഡെഫിനറ്റായിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുമെന്നുള്ള ഷുവറാണ്. സ്വർണ്ണമല്ല എന്ന് തെളിയിക്കാൻ പറ്റുന്നത് ഇവിടെ ബ്രേക്കായിട്ടുണ്ട്. അത് തന്നെ ഫസ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ അപ്പോയിൻമെൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ബോഡി ത്രൂ ദ കോർട്ട്, അവരും ഡെഫിനറ്റായിട്ട് റൈറ്റായിട്ടുള്ള പാതയിൽ അവർ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഇതിൻ്റെ ഉത്തരം കിട്ടും. ശരി, അറിഞ്ഞു ചെയ്തോ അറിയാണ്ട് ചെയ്തോ, ക്ഷമിക്കേണ്ടയോ, അതെല്ലാം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ. പക്ഷേ തെറ്റ് തന്നെയാണ്. സ്വർണം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമായിട്ട് ഇപ്പോൾ തെളിഞ്ഞിട്ടുമുണ്ട്. സോ ഒരു പ്രോപ്പർ എന്താ പറയുക ക്വസ്റ്റ്യനിങ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോസസ്സ്, ഇതെല്ലാം പ്രോസസ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്താലേ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. എന്താണ് ഗോൾഡ് പ്ലേറ്റിങ്, ക്ലാഡിങ് എന്താണ്, പൊതിയിലെന്താണ്, പൂശിലെന്താണ്, പലതരത്തിലുള്ള ആഭരണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കാൻ വരുന്നവർക്ക് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ജനങ്ങൾ കേൾക്കുന്നതും പറയുന്നതും ഭാഷയെ മാറി വരുന്നതിനുള്ളതിനേക്കാളും കൂടുതൽ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും അവർക്കൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും എന്നുള്ള ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. അതിനെന്ത് സഹകരണം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. അതായത് ഈ മഹസ്ര രേഖകളൊന്നും, ഈ ദേവസ്വം ബോർഡിന്റെ കൈവശമുള്ള മഹസ്ര രേഖകളോ ബാക്കിയുള്ള ഡീറ്റെയിൽസോ ഒന്നും വെച്ച് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എക്സ്പെർട്സിന്റെ സഹായം തന്നെ വേണ്ടിവരും, അല്ലേ? that can be a added the point for them to think upon that. മനസ്സിലായില്ല, അവിടെ ഒരു റെക്കോർഡ് ഉണ്ടെങ്കിലും ഈ ടെക്നിക്കലായിട്ട് വെച്ച് നോക്കുമ്പോഴേക്കും അതും മാച്ച് ആവുന്നുണ്ടോ, ടു വാട്ട് എക്സ്റ്റെൻറ്റ് മാച്ച് ആവുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. കാരണം പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ എത്ര ഡിപ്രിസിയേഷൻ പോയിട്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പോകാൻ സാധ്യതയുണ്ട്, അപ്പോൾ എത്ര പോയിട്ടുണ്ടെന്ന് അറിയില്ല. സോ ഇതെല്ലാം കണക്കിൽ ഒരു 1-to-1 ടേബിളിൽ ഇരുന്നുകൊണ്ട് വിത്ത് റെക്കോർഡ്സും പ്ലസ് അതർ തിങ്സും നോക്കുമ്പോൾ അതിൽ വല്ല മറിമായം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ആവാൻ സാധ്യതകളില്ല. ദർ ആർ നോ പോസിബിലിറ്റീസ്. കാരണം അപ്രൈസർ സൈൻ ചെയ്യണം ആ കാലത്ത്, അപ്പോൾ അയാൾ തന്നെയാണോ സൈൻ ചെയ്തേക്കണം നമുക്കറിയണം. ആ കാലത്ത് ഓഫീസർ സൈൻ ചെയ്യണം, അങ്ങോട്ട് തന്നെയാണോ. അപ്പോൾ അതിൽ ഇത് റെക്കോർഡ് തിരുത്തിയിട്ടെങ്കിൽ അത് അങ്ങനെ എല്ലാം കണ്ടെത്താനുള്ള വിദ്യകൾ അവിടെയുണ്ട്. സോ അതിൽ മാൽ പ്രാക്ടീസ് നടത്തിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഈ ലോജിക്കലായിട്ട് അപ്രോച്ച് ഇതെല്ലാം സാധ്യതയാണ്. വൺ ഹു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദി ടെക്നിക്കാലിറ്റി ഓഫ് ദിസ് സൈഡ്. മനസ്സിലായില്ല. കാരണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുകൊണ്ട് കൊടുത്തു വിട്ടു, ആദ്യത്തെ ക്വസ്റ്റ്യൻ അതാ. അപ്പോൾ ദാരുശില്പമായതുകൊണ്ട് കൊടുത്തു വിട്ടു.
അപ്പോൾ ഇപ്പുറത്ത് പറയുന്നതാണ് ചെമ്പ് കിട്ടി. അപ്പോൾ ചെമ്പല്ല കിട്ടി, പിന്നെ പെയിൻ്റ് അടിച്ചാൽ കിട്ടിയത്. അങ്ങനെ പരസ്പരം വിദ്വാൻ പറയുമ്പോഴേക്ക് ഇൻട്രോഗേഷന് വരുന്നവർക്ക് അറിയാൻ പറ്റും, ഇത് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ പോലെ തന്നെ ഡെഫിനറ്റായിട്ട് ലൂക്കോസ് സാറിനെ അതിനെ അഭിനന്ദിക്കണം. സ്ട്രീറ്റ് ഫോർവേഡായിട്ടാണ് പറഞ്ഞത്, യെസ് അതുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം, 100% ഷുവർ ശിക്ഷിക്കപ്പെടണം. അപ്പോൾ ഇതിലേക്ക് ലീഡ് കൊടുക്കണമല്ലോ, അതിനും കൂടി സഹകരിക്കണം അവർ. ആ ലീഡ് കൊടുക്കാൻ ഈ പറഞ്ഞവരിന് പുറകിൽ നിന്നുകൊണ്ട് യെസ് ഇത് കറക്റ്റ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കണം, അതിൽ മാൽ പ്രാക്ടീസ് അതിനും കൂടി അവർ സഹായിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഉപകാരപ്രദമായിട്ട് മാറും. അവർക്കറിയാൻ പറ്റും. ശ്രീ ജിതിൻ ദേവ്, ഡെഫിനറ്റായിട്ട് അറിയാൻ പറ്റും. ജിതിൻ ദേവ്, നിങ്ങൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഏജൻസി തന്നെയാണ് അന്വേഷിക്കുന്നത്. സംസ്ഥാന ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ എവിടെയെങ്കിലും വെച്ച് അന്വേഷണം നിലച്ചു പോകുവാനുള്ള സാധ്യതയുണ്ട്, വഴിതെറ്റുവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ പറയുന്നത് പോലെ ഇതിൽ ചിലയിടങ്ങളിൽ ലീഡ് കൊടുക്കേണ്ട ആളുകൾ തന്നെ ആരോപണ വിധേയരാണ്. ഇപ്പോൾ അന്നത്തെ ഭരണസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അന്നത്തെ ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ സംശയനിഴലിൽ നിൽക്കുന്ന ആളുകളാണ്. മഞ്ജുഷ, ഇതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റുന്ന ഏക ഒരു കാര്യം, ഹൈക്കോടതി ഈ അന്വേഷണത്തെ മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ 1 മാസത്തിനകം ഇതിന്റെ നെല്ലും പതിരും തിരിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചാൽ ഒരു പരിധി വരെ ഈ കള്ളം വരെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്കിത് പൂർണ്ണമായിട്ട് വിജയിക്കില്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന, ഒരു സിസ്റ്റമാറ്റിക് തട്ടിപ്പാണ്. ഒരാളോ രണ്ടാളോ ചേർന്ന് നടത്തിയിട്ടുള്ളതല്ല. ഇത് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന്റെ മൗനാനുവാദത്തോടെയും അറിവോടെയും നടന്നിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് തട്ടിപ്പാണ്, കളവാണ്, മോഷണമാണ്, തട്ടെടുത്തോണ്ട് പോയതാണ്. അപ്പൊ ഇത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സുതാര്യമായിട്ടുള്ളതും നിഷ്പക്ഷമായിട്ടുള്ളതുമായ ഒരു അന്വേഷണം നടന്നേ മതിയാവും. അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ആദ്യം മുതൽ തന്നെ ഇത് കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണമെന്ന് പറയുന്നത്. കാരണം ഇതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. അത് CPM-ന്റെ ഉണ്ടാകാൻ പാടില്ല, കോൺഗ്രസിന്റെ ഉണ്ടാകാൻ പാടില്ല, BJP-യുടെ ഉണ്ടാകാൻ പാടില്ല. കാരണം ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം വ്യക്തികൾക്ക് ശബരിമലയിലെ ഈ പറഞ്ഞ പോലെ ദ്വാരപാലക ശില്പങ്ങളും ലക്ഷ്മി രൂപങ്ങളും ഒക്കെ കട്ടളയും വാതിലും ഒക്കെ കൊടുക്കുക. അതിനുശേഷം ഇതിന്റെ മറവിൽ വലിയ സ്വർണ്ണ കച്ചവടം നടത്തുക, സ്വർണ്ണ തട്ടിപ്പ് നടത്തുക, തട്ടുകൊണ്ടുപോകുക. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യം നിഷ്പക്ഷമായിട്ടുള്ള ഒരു അന്വേഷണമാണ്. ടെക്നിക്കൽ, ഇപ്പൊ ഇവിടെ ശ്രീ സെന്തിൽനാഥ് സൂചിപ്പിച്ചതുപോലെ ടെക്നിക്കൽ എക്സ്പേർട്സുകളുടെ സഹകരണത്തോടുകൂടി വളരെ കൃത്യതയാർന്ന ഒരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കൂ. നേരത്തെ മഞ്ജുഷ് പറഞ്ഞതുപോലെ ഈ സ്ട്രോങ് റൂമിലിരിക്കുന്ന സാധനങ്ങളെ പോലും ഇവർക്കൊരു ഐഡിയ ഇല്ലെന്നേ. ഒരു തിരുവാഭരണ കമ്മീഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ മറ്റൊരാൾ ചാർജെടുക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ഓഡിറ്റിംഗും ഇല്ല. നോക്കൂ, 2015-16 ശേഷം ആകെ ഒരു തവണ മാത്രമാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാർഷിക കണക്കെടുപ്പുകൾ നടന്നിട്ടുള്ളത്. അപ്പം ആർക്കും എന്തും ചെയ്യാവുന്ന അവസ്ഥ, എന്ത് കാര്യം ചെയ്താലും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥ. പാവപ്പെട്ട ഭക്തജനങ്ങൾ മനസ്സറിഞ്ഞ് സമർപ്പിക്കുന്ന സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നു. നമുക്കറിയാമല്ലോ ശബരിമല വരുന്ന ഭക്തന്മാർ ആരൊക്കെയാണെന്നുള്ളത്. ഈ ലോകത്തുള്ള കോടാനുകോടി മലയാളികളല്ലാത്ത ധാരാളം വിശ്വാസികൾ വരുന്നുണ്ട്. പല അയ്യപ്പ വിശ്വാസികളും, നമ്മളുടെ സംസ്ഥാനത്തിന് പുറത്തുള്ള പല അയ്യപ്പ വിശ്വാസികളും അവരുടെയൊക്കെ ബിസിനസ്സിൽ ഒരു സൈലന്റ് പാർട്ണറായിട്ട് അയ്യപ്പനെ കാണുന്നുണ്ട്. അവരുടെ ഒരു ലാഭവിഹിതം, ഒരു പെർസെന്റേജ് അയ്യപ്പന് ആരോടും പറയാതെ കൊണ്ട് സമർപ്പിക്കുന്ന ധാരാളം നൂറുകണക്കിന് ആയിരക്കണക്കിന് ഭക്തന്മാരുണ്ട്. ഈ ഭക്തന്മാർ കൊടുത്തിരിക്കുന്ന മുതലിനെ ഉൾപ്പെടെയാണ് മഞ്ജുഷ ഇവര് ചൂഷണം ചെയ്തിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ നേതൃത്വത്തിന് മൗനാനുഭവത്തോടാണ്. കാരണം ഒരു കാര്യം കൂടി അതിനകത്ത് നമുക്ക് കൂട്ടി വായിക്കണം. നോക്കൂ, ഈ കടകംപള്ളി സുരേന്ദ്രൻ MLA-ക്ക് ഇപ്പൊ എന്താണ് പാർട്ടിയിൽ പദവി, അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന് ഭരണത്തിൽ എന്താണ് ഇപ്പൊ പദവിയുള്ളത്? അദ്ദേഹത്തെ ഇവർ മാറ്റി നിർത്തിയേക്കല്ലേ. പത്മകുമാറിന് ജില്ലാ കമ്മിറ്റി പോലും ഇവർ ഒഴിവാക്കിയില്ല. അപ്പൊ ഈ തട്ടിപ്പ് CPM നേതൃത്വത്തിന് അറിയാമായിരുന്നു. CPM നേതൃത്വത്തിന് മുഖ്യമന്ത്രിയുടെ അറിവോടെ ഇങ്ങനെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഈ തട്ടിപ്പിനെ മറച്ചുവെക്കാൻ വേണ്ടിയിട്ട്, ഇതിനകത്ത് സംരക്ഷണം തീർക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന മീശമുഖം സിനിമയ്ക്കകത്ത് ഈപ്പം പാപ്പച്ചിയെ പോലെ 1ാം നമ്പർ ഈപ്പം പാപ്പച്ചിയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. നമ്പർ 2 ഭരണക്കാർ നടത്തുന്ന നമ്പർ 1 തട്ടിപ്പ്. ആ തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇപ്പൊ ഏറ്റവും അവസാനം തന്നെ ചില മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുന്നുണ്ട്, അന്ന് ശ്രദ്ധിച്ചത് എനിക്കറിയില്ല. ഒരു ആലപ്പുഴയിൽ നിന്നുള്ള ഒരു ദേവസ്വം ബോർഡ് അംഗം 1 കോടി രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ഒരു വസ്തു കായംകുളത്ത് അദ്ദേഹം വാങ്ങി. അതിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ നേതാക്കന്മാർ അതിനെതിരെ പരാതിയായിട്ട് പോയി. കാരണം ഇത്രത്തോളം വലിയ ഒരു ഇടപാട് നടത്താൻ, അല്ലെങ്കിൽ അത് അജികുമാറിന്റെ കാര്യമാണല്ലോ, അത് പാർട്ടി അന്വേഷിക്കുന്നുണ്ട്. അത് പാർട്ടി അത് കുറച്ചു നാളായി വന്നിട്ട് ആ വാർത്ത അജികുമാറിനെതിരെ പാർട്ടിക്ക് തന്നെ കോടതിയും ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നടന്നുപോയി. ഇങ്ങനെ തട്ടിപ്പാണ് മഞ്ജുഷെ. ഭഗവാന്റെ മുതൽ കത്തെടുത്തവരാരായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല മഞ്ജുഷ. ഒരു ഭക്തന്റെ വാക്കായിട്ട് കണ്ട, അത് ഒരു രാഷ്ട്രീയക്കാരന്റെ വാക്കായിട്ട് കണ്ട, അയ്യന്റെ മുതൽ കത്തതാരായാലും, അതിന് ഏത് പൊന്നു തമ്പുരാനായാലും ഏത് കാരണഭൂതനായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല മഞ്ജുഷ്. ഇതിന് സമാധാനം പറയാതെ പോകില്ല.
ശ്രീ അജിലുകോസ്, അതിനുള്ള മറുപടി കടകംപള്ളിയുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണങ്ങളാണ് വരുന്നത്. സ്വാഭാവികമായിട്ട് അത് വരികയും ചെയ്യും. കാരണം ഒരു കണക്കുമില്ലാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, ഈ അമൂല്യമായ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്നത്. ഇങ്ങനെയൊക്കെയാണോ എന്ന് ആലോചിച്ച് മൂക്കത്ത് വിരൽ വെക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അല്ല മഞ്ജുഷേ, ഇവിടെ ഈ വിഷയം പുറത്തു വന്ന ദിവസം മുതൽ നമ്മളെടുത്തിരിക്കുന്ന നിലപാടിൽ ഒരു മാറ്റമില്ല. കാരണം ശബരിമലയുടെ പ്രാധാന്യം എന്താണെന്നും അതിന്റെ പവിത്രത എന്താണെന്നും ഉൾക്കൊള്ളുന്ന അതുകൊണ്ടാണ് നമ്മൾ ആ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നത്. ഇതിനകത്ത് സംശയത്തിന് നിഴലിൽ പോലും നിർത്താൻ പാടില്ല. ഇങ്ങനൊരു ആരോപണത്തിന് സംശയം പോലും അവിടെ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തു, ബഹുമാനപ്പെട്ട കോടതി ഇന്ന് ഒരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. അത് ADGP ക്രമസമാധാന ചുമതലയുള്ള ബഹുമാനപ്പെട്ട വെങ്കടേഷിനാണ്. അദ്ദേഹത്തിന്റെ ട്രാക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ. അദ്ദേഹത്തിന് ആരും പഴി പറയത്തില്ല. അദ്ദേഹത്തിനോടൊപ്പം നല്ല ഇൻവെസ്റ്റിഗേഷൻ കപ്പാസിറ്റിയുള്ള ഒരു നമ്പർ ഓഫ് ഗ്രൂപ്പിനെയാണ് അതിനകത്ത് നിയോഗിച്ചിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട PN വാസവൻ മിനിസ്റ്റർ അത് സുസ്വാഗതം ചെയ്തിരിക്കുക. അതിനെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസമല്ല. അവരെനിക്ക് തോന്നുന്നത് വിതിൻ ഷോർട്ട് ടൈം അവർ ആ ഇൻവെസ്റ്റിഗേഷൻ ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളിൽ ഈ CBI കുറിച്ചുകൂടെ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിൽ CBI ഏറ്റെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കേസിൽ കൃത്യമായ രീതിയിലുള്ള ഒരു പൂർത്തീകരണം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഏജൻസിയെ കുറിച്ച് പറഞ്ഞതാ. അപ്പൊ ഇതിന്റെ നെല്ലും പതിരും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഏജൻസി, ഇപ്പോൾ അന്വേഷിക്കുന്ന ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ള സമയത്തുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചു. ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ അധികാരത്തിൽ വരുന്നത് മന്ത്രിയാകുന്നത് 2021-ലാണ്. അദ്ദേഹം വന്നതിന് ശേഷം 2025-ൽ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നു, ഈ പറയുന്ന ഈ ചെമ്പുവാളികള് സ്വർണം പൂശാനായിട്ട് മദ്രാസിലേക്ക് കൊണ്ടുപോയപ്പോൾ ഈ ഷാഴി ക്യാരക്ടർ അപേക്ഷ കൊടുത്തിട്ട് അയാളെ അംഗീകരിച്ചില്ല. ഉദ്യോഗസ്ഥന്മാരെ നേരിട്ട് കൊണ്ടുപോയത്. ആ കമ്പനി തന്നെ പറയുന്നു അവരിവിടെ ക്യാമ്പ് ചെയ്യുമായിരുന്നു പറഞ്ഞു. അവര് ഹൈക്കോടതിയുടെ ആജ്ഞ വന്നപ്പോൾ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് പൂശിയ ശേഷമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അത് അവിടെ സ്ഥാപിക്കപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, നിഷ്കളങ്കമല്ല, അത്രമാത്രം നിഷ്കളങ്കമല്ല അതൊന്നും. ഹൈക്കോടതി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ്, സ്പെഷ്യൽ കമ്മീഷണർ കോടതിയെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്വർണം പൂശിയ പാളികൾ 2019 അങ്ങനെയാണല്ലോ, സ്വർണം പൂശിയ പാളികൾ ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടാവും. എവിടെയാ? തമിഴ്നാട്ടിലും കർണാടകത്തിലുമൊക്കെ. അല്ല, 2019 കാര്യത്തിൽ എനിക്ക് സംശയമില്ലെന്ന്. ഞാൻ 2019 അല്ല പറഞ്ഞത്, ഞാൻ 2025 പറഞ്ഞത്. കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യമാണ്. ഹൈക്കോടതി കൈയോടെ പിടിച്ചതുകൊണ്ട്, ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയെ സമയത്ത് അറിയിച്ചതുകൊണ്ട്, അദ്ദേഹത്തെ അറിയിച്ചില്ലല്ലോ രാഖി രാമാനം ഇത് കൊണ്ടുപോകുമ്പോൾ. അദ്ദേഹം അത് അറിയിച്ചു, ഹൈക്കോടതിയെ ദേവസ്വം മന്ത്രി ഇടപെട്ടു. അല്ല, താങ്കൾ അത്ര നിഷ്കളങ്കമായി പറഞ്ഞതുകൊണ്ടാണ്, VN വാസവൻ പരിശുദ്ധൻ എന്ന രീതിയിൽ പറഞ്ഞതുകൊണ്ടാണ്. അല്ല മഞ്ജുഷ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇവിടെ ഇത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഫ്രീ ടൈം കൊടുത്തില്ലേ? അതിന് എന്നെ വിളിക്കുന്നതിന് എന്താ അർത്ഥിരിക്കുന്നത്? VN വാസവൻ എന്നെ കക്കാനാണെന്നുണ്ടെങ്കിൽ 2019 അന്ന് മന്ത്രിയായി അദ്ദേഹത്തിന് കക്കാവായിരുന്നല്ലോ. ഇതിനൊക്കെ ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് ശ്രീ റെജി ലൂക്കോസ്. ഇത് കേൾക്കൂ. അല്ല മഞ്ജുഷ ഇങ്ങനെ ഇടപെടാതെ, അതൊരു സുഖകരമായ രീതിയിലല്ലോ അവർ ബഹുമാനപ്പെട്ടവരല്ലേ ഈ ചർച്ചയിൽ ഇരിക്കുന്നത്. ഇവിടെ തട്ടിപ്പ് നടന്നത് 2019 അത് ചെമ്പായിട്ട് തിരിച്ചു വന്നിട്ട് ആ ചെമ്പ് കൊടുക്കും മദ്രാസ് കൊണ്ട് ഈ 2025 കൊണ്ടുവരുന്നത് എന്ത് തട്ടിപ്പാണ് പറയണ്ട. അവിടെ ആ പടം 39 ഗ്രാമയുണ്ടെന്നാ പറയുന്നത്. അപ്പൊ VS വാസവന് ഈ 39 സ്വർണ്ണം കട്ടെടുത്തുകൊണ്ട് എന്തെങ്കിലും കിട്ടാറുണ്ട്. അപ്പൊ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ അതിന്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുന്ന ഒരു ഗ്രാവിറ്റി നഷ്ടപ്പെട്ടില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, 2025 സെപ്റ്റംബറിലെ തട്ടിപ്പല്ല പിന്നെ എന്തായിരുന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഈ സ്വർണം പൂശിയ പാളികൾ കൊടുത്തുവിട്ടത് എന്തിനായിരുന്നു? രാഖി രാമാനം ആരും അറിയാതെ, സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ. അത് 2019 അല്ല, 25 സെപ്റ്റംബർ കഴിഞ്ഞ മാസം. 2025 സെപ്റ്റംബറിൽ ഈ പറയുന്ന ഫ്രോഡ് പോറ്റിയുടെ എല്ലാം കൊടുത്തുവിട്ടത്. അല്ലല്ല, പോറ്റിയുടെ കൈവശമല്ല, പോറ്റിക്ക് എത്തിച്ചു കൊടുത്തു. സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചു. ഞാൻ ആ വിഷയത്തിൽ തർക്കം തുടങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് ജയിച്ചു നിൽക്കാൻ പറ്റുകയില്ല. 2025 സെപ്റ്റംബറിൽ അവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ആദ്യം സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കണമായിരുന്നു. അറിയിച്ചോ? ഇല്ല. ഹൈക്കോടതിയെ അറിയിച്ചത് അദ്ദേഹമാണ്, ഇങ്ങനെ അവിടെ ചില വിക്രിയകൾ നടന്നിട്ടുണ്ട് എന്ന്. ദേവസ്വം ബെഞ്ച് കൈയോടെ പിടിച്ചു. അതാണ് ഇതെല്ലാം പുറത്തു വരാൻ കാരണമായത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഞാൻ ശരിയായിരിക്കാമെന്നല്ല, ശരിയാണ്. 2025 ഇത് കൊണ്ടുപോകാനായിട്ട് അപേക്ഷ കൊടുത്തപ്പോൾ പാടില്ല എന്നും അത് ഉദ്യോഗസ്ഥന്മാരുടെ എല്ലാം കൊടുത്തത് എന്നുള്ള രേഖകളും ആ കമ്പനി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു വസ്തു എന്ത് സമ്മതിച്ചിട്ടെന്താ കാര്യം? ഹൈക്കോടതി പോലും തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടു വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്ന്. എന്റെ മഞ്ജുഷ, ഇതൊരു
മഞ്ജുഷ അവിടെ ഒരു തെറ്റുപറ്റി ദേവസ്വം ബോർഡിന് ഇയാൾ ഗ്യാരണ്ടർ ആയതുകൊണ്ടാണ് അത് രണ്ടാമത് കൊടുത്തുകൊണ്ടുള്ള സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞത് എനിക്ക് യോജിപ്പില്ല. ഇയാൾക്ക് എന്ത് ഗ്യാരണ്ടി? ശബരിമലയിൽ ഇതുപോലെ ഗജ ഫ്രോഡിനാണോ ഗ്യാരണ്ടി? എത്ര തെറ്റുകളാണ് പറ്റുന്നത് ശ്രീ റെജി ലൂക്കോസ്? 2019 തെറ്റ് പറ്റുന്നു, 2025 തെറ്റ് പറ്റുന്നു. വേറൊരു തെറ്റോടെ പറയട്ടെ, 2023 ജപമാല, യോഗദണ്ഡ്, മുദ്രമാല ഇതൊക്കെ ഹൈക്കോടതി ഇടപെട്ട് പറഞ്ഞതാണ്. ആര് കൊണ്ടുപോയി എന്ന്? അല്ല, അതിനാണല്ലോ ഞാൻ ചോദിക്കുന്നത്. അതിനാണല്ലോ ഇപ്പം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരന്വേഷിക്കട്ടെ. അവർ അന്വേഷിച്ചിട്ട് ഇവരെല്ലാവരും കുറ്റമുള്ള ആളുകളെന്നുണ്ടെങ്കിൽ കയ്യാമ്പാക്കട്ടെ. അതാ എന്റെ നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത്. 2019 മാത്രമല്ല, 2023, 2025 ഒക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാൻ കാരണം ഇതാണ്. അതുകൊണ്ടാണ് എ പത്മകുമാർ, കടകംപള്ളി, PS പ്രശാന്ത്, VN വാസവൻ ഇവരെല്ലാം ആരോപണ വിധേയരാണ് ഇക്കാര്യത്തിൽ. ആരോപണം ആർക്കും ഉന്നയിക്കാമല്ലോ. തെളിവുകൾ സഹിതമല്ലേ ഒരു ഏജൻസിക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഇടതുപക്ഷ സർക്കാരിനെ നിങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് കട്ടത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഈ അന്വേഷണത്തിന്റെ ഈ മോഷണത്തിന്റെ ഗ്രാവിറ്റിയെ കുറയ്ക്കുക. കേരളത്തിലെ മുഖ്യമന്ത്രി ശബരിമലയെ കളവ് കൊടുക്കും. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയ ആരോപണം വരും. അങ്ങനെയൊന്നും പറയരുത്. കാരണം അത് നിങ്ങൾ തന്നെ ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റി താത്തിക്കൊണ്ട് പോകും. നമ്മുടെ ഈ 4 പേര് യോജിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? ഈ കളവ് നടത്തിയവരെ ജയിലിലാക്കുക, അവരിൽ നിന്ന് ഈ കളവ് മുതൽ തിരിച്ചെടുക്കുക. ഈ കാര്യത്തിൽ നമ്മൾ 4 പേര് ഒറ്റക്കെട്ട. 4 അല്ല, ഈ 5 പേര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതും മഞ്ജുഷും. ഞാനതിന് ആദ്യ ദിവസം വരെ ഇതാണ്. ഞാൻ പത്മകുമാറിന്റെ പേര് ആദ്യമായിട്ട് ഒരു ചർച്ചയിൽ ചാനലിൽ പറഞ്ഞത് ഞാനാണ്. കാരണം അയാൾ തിരിച്ചും മറിച്ചും പറഞ്ഞപ്പോൾ കൺഫ്യൂഷനായി. അല്ലാണ്ട് ഞാനതല്ല ഇപ്പോഴും അയാളെ മോഷ്ടിച്ചെന്നോ കട്ടത്തോടെ ആരോപണം എനിക്കിപ്പോഴും ഇല്ല. പക്ഷെ തിരിച്ചും മറിച്ച് പറയുമ്പോൾ അത് എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട്. തന്നെയുമല്ല 1998, 99 അവിടെ സ്വർണം ക്ലാഡി ചെയ്ത ആ വിഗ്രഹങ്ങളിൽ നിന്നും അതെങ്ങനെയാണ് 2019 ആകുമ്പോഴത്തേക്കും ചെമ്പായി മാറുന്നത്? അവിടെ ഒരു അട്ടിമറി നടന്നിട്ടുണ്ട്. ചോദിച്ചോളൂ. 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി വീണ്ടും ഇത് പോറ്റിയിടയിൽ കൊടുത്തയക്കാൻ, തങ്ങൾ പറഞ്ഞ ഈ തട്ടിപ്പ് പോറ്റിയിടയിൽ കൊടുത്തയക്കാനായിട്ട് ഒരു കത്തിടപാട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാലത്ത് നടന്നിട്ടുണ്ട്. ആഗസ്റ്റ് 23-ന് കത്തയച്ചപ്പോ ഓഗസ്റ്റ് 25-ാം തീയതി ബാംഗ്ലൂരുള്ള പോറ്റി എത്തി. ഐ ആം റെഡി, ഞാനിത് കൊണ്ടുപോകാൻ തയ്യാറാണ്. അപ്പൊ ഈ PS പ്രശാന്തും ഇതിനകത്ത് കള്ളത്തരം കാണിച്ചിട്ട് അങ്ങ് സമ്മതിക്കും. ഈ ഒരു കത്തിടപാട് 2023 മുതൽ നടന്ന ഈ കത്തിടപാടിന്റെ മുഴുവൻ ഡോക്യുമെന്റ് അങ്ങേക്ക് തരാം. 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ഇങ്ങനെ കത്ത് അയച്ചിട്ടുണ്ട്. ആ കത്തിന് ഓഗസ്റ്റ് മാസം 25-ാം തീയതി പോറ്റി ഞാൻ കൊണ്ടുപോകാൻ തയ്യാറാണ്, വീണ്ടും ഞാൻ സ്വർണ്ണം പൂശാൻ കൊണ്ടുപോകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് പോറ്റി മറുപടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ PS പ്രശാന്തും കള്ളത്തരം കാണിച്ചിട്ടില്ലേ? അത് പ്രകാരമാണ് കഴിഞ്ഞ മാസം കൊടുത്തു വിട്ടതും. അത് പ്രകാരമാണ് കഴിഞ്ഞ മാസം പോറ്റിയിലേക്ക് എത്തിച്ചതും. ഇത് ഒരു കാര്യം കൂടെ, ഒറ്റ കാര്യം കൂടി. വാറണ്ടി 40 വർഷത്തെ വാറണ്ടി ഇയാളുടെ പേരിലാണ് എന്ന് പറഞ്ഞ് ആയതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തയക്കാൻ തീരുമാനിച്ചത്. ഇത് ആർക്കെങ്കിലും വിശ്വസിക്കും? ശ്രീ റെജി ലൂക്കോസ് വിശ്വസിക്കുമോ? 40 ക്യൂബയിലൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്, ചൈനയിലൊന്നും അല്ലല്ലോ കൊണ്ടുപോകുന്നത്. നമ്മുടെ ഈ ഇന്ത്യൻ രാജ്യത്ത് തന്നെയല്ലേ ഇത് കൊണ്ടുപോകുന്നത്. വാറണ്ടി ഇദ്ദേഹത്തിന്റെ പേരിലായതുകൊണ്ട് ഞങ്ങൾ കൊടുത്തയക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇത് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് PS പ്രശാന്ത് പറയാൻ വീഴ്ച സംഭവിച്ചു പോയി. ഇങ്ങനെ ഒരു വീഴ്ച എന്ന് പറയുന്ന ഒരു വാക്കിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്ന ഒരു വാക്കിൽ പിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ശ്രീ റെജി ലൂക്കോസ്? ഇവരെല്ലാം ഉപ്പ് നിന്നിട്ടുണ്ട് ശ്രീ. അല്ല സാറേ, ഞാൻ മറുപടി പറയട്ടെ, കാരണം സമയധികമല്ലോ. ഇതാണ് ഞാൻ തന്നെ ചർച്ചയിൽ പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? ഇയാൾ വാറണ്ടി കൊടുക്കാൻ ഇയാൾ ആരാണ്? ഈ വാറണ്ടി ഇയാളെ വിശ്വസിച്ചത് തെറ്റല്ലെന്ന് ഞാനാണ് അല്ല അങ്ങ് കേട്ടോ? അത് പറഞ്ഞത് PS പ്രശാന്താണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങൾ പറയാത്തൊരു കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞ കാരണം എന്തുകൊണ്ടാ? പക്ഷെ PS പ്രശാന്തിനെ നമ്മൾ ന്യായീകരിക്കാനുള്ള കാരണം നിങ്ങളിത് കേൾക്കൂ. അദ്ദേഹം ഇയാളെ കൊടുത്തുവിട്ടില്ല. അദ്ദേഹത്തിന് സ്പെഷ്യൽ ഓർഡർ പ്രകാരമാണ് ഉദ്യോഗസ്ഥന്മാരെ കൊടുത്തുവിട്ട് അയാളെ അഴിച്ചു നിർത്തി. അപ്പൊ പിന്നെ എങ്ങനെയാണ് അത് കാര്യമില്ല ശ്രീ റെജി ലൂക്കോസ്? കൊടുത്തുവിട്ടില്ല എന്ന് പറയുമ്പോൾ അയാളുടെ കൈവശം തന്നെയാണ് അത് എത്തിച്ചേർന്നത്. അല്ല, ഉദ്യോഗസ്ഥർ അവിടെ കാവൽ നിൽക്കുന്നൊന്നുമില്ല. അല്ല, 2 കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട PS പ്രശാന്താണ്. എന്തുകൊണ്ട്? അല്ലല്ല, ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ടല്ലോ സ്പെഷ്യൽ കമ്മീഷണറെ. അല്ലല്ല, നിങ്ങളാണ് PS പ്രശാന്തിനെ ന്യായീകരിക്കേണ്ട. PS പ്രശാന്ത് അങ്ങനെ വിശുദ്ധനൊന്നുമല്ല. അല്ലല്ല റെജി ലൂക്കോസ്, PS പ്രശാന്ത് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതിരുന്നത്? പിന്നെ പറയുകയാണ് എന്തോ ഞാൻ ഫോൺ വിളിച്ച് അവിടെ ഇത് നടക്കുന്ന കാര്യം അറിയിച്ചിരുന്നു, ഞാനെന്നല്ല ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന്. പിന്നീട് ഇത് അഴിച്ചൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രിമൈസിൽ വെച്ച് തന്നെ നന്നാക്കണം എന്നുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ പോറ്റിയിലേക്ക്, പോറ്റി എവിടെയാണോ അവിടെ കൊണ്ട് എത്തിക്കാനായിട്ട് ഈ ഉദ്യോഗസ്ഥരെ അകമ്പടി വിട്ടത്? ഇതൊന്നും പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയില്ല. അല്ലെ, എ പത്മകുമാർ എങ്ങനെയാണോ തട്ടിപ്പിന് കൂട്ടുന്നത് അതുപോലെ തന്നെ PS പ്രശാന്ത് കൂട്ടു നിൽക്കാൻ ശ്രമിച്ചു, ഹൈക്കോടതി കൈയോടെ പിടിച്ചു.
അതെങ്ങനെയാണ് നിങ്ങൾ ആ ലോജിക്ക് അതെങ്ങനെയാണ് അത് റിയാലിറ്റി ആകുന്നത്? എനിക്ക് പിന്നെ മനസ്സിലാവുന്നില്ല. എന്തിനാണ് സാർ കൊടുത്തുവിട്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് 39 ഗ്രാം തട്ടിയെടുക്കാനായിട്ട് ഇയാളുടെ കൊടുത്തു വിട്ടാൽ പോരായിരുന്നോ? പ്രശാന്ത് അത് ചെയ്തോ? പ്രശാന്ത് അത് ചെയ്തെങ്കിൽ ഞാൻ പോലും പ്രശാന്തിനെ തള്ളി പറഞ്ഞില്ല. കാരണം പത്മകുമാറിനെ തള്ളി പറയാമെങ്കിൽ പിന്നെ എനിക്ക് പ്രശാന്തിനെ തള്ളി പറഞ്ഞുകൊണ്ടാണ് കുഴപ്പമിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരോപണം ഉന്നയിക്കുമ്പോൾ ലോജിക്ക് വേണം. അതിന് ലോജിക്കിന് ഒരു കുറവുമില്ല. അല്ലല്ല, പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടോ പോറ്റിക്ക് എത്തിച്ചു കൊടുത്തോ എന്നതാണ് താങ്കളുടെ വിഷയം. താങ്കൾ പറയുന്നത് പോറ്റിയുടെ കൊടുത്തു വിട്ടില്ല, അവിടെ കൊണ്ട് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. രണ്ടും തമ്മിൽ എന്ത് വ്യത്യാസമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈക്കോടതിക്ക് എന്തായാലും കൃത്യമായിട്ട് ബോധ്യമായി ഇത് നല്ല കാര്യത്തിനല്ല കൊണ്ടുപോയിട്ടുള്ളത്. കൊണ്ടുവരാൻ പറഞ്ഞു, തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ഒരു പണിയും എടുക്കേണ്ടത് പറഞ്ഞു, കോടതി തിരികെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെയാണ് സന്നിധാനത്തേക്ക് തിരികെ കൊണ്ടുവന്നത്. ശ്രീ സെന്തിൽനാഥൻ, ഈ 2025 സെപ്റ്റംബറിൽ ഉദ്യോഗസ്ഥന്മാരോട് ക്യാമ്പ് ചെയ്യുമായിരുന്നു എന്ന് ആ കമ്പനി തന്നെ ഓൺ ചെയ്തിട്ടുണ്ട്. താങ്കൾക്ക് കമ്പനിയെയാണ് വിശ്വാസം, ഞങ്ങൾക്ക് കമ്പനിയെ അല്ല വിശ്വാസം, പോറ്റിയല്ല ഞങ്ങൾക്ക് വിശ്വാസം. അല്ല, ആ കമ്പനി അത്ര വിശുദ്ധരൊന്നും അല്ല ശ്രീ റെജി ലൂക്കോസ്. കമ്പനി പറയുന്നതെല്ലാം കേട്ട് അതേപോലെ വിഴുങ്ങാൻ. ശരി, ശ്രീ സെന്തിൽനാഥൻ, കഴിഞ്ഞ മാസം ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്തായിരുന്നു? അതും സമാനമായ തട്ടിപ്പിന് വേണ്ടിയായിരുന്നില്ലേ? 2019 ഞങ്ങളുടെ കയ്യിൽ വന്നത് പുത്തൻ ചെമ്പാണെന്ന് പറഞ്ഞത് ആ കമ്പനി. അതായത് ഒരാളൊരു വെളിവന്നത് ആ കമ്പനിയുടെ അന്വേഷണം പറഞ്ഞത്, മഹാപുറത്ത് പറഞ്ഞത്. ശരി സെന്തിൽനാഥൻ. ഓക്കെ ലൂക്കോസ് സാർ അതല്ല ഇവിടെ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഒരാൾ ഒരു ഗ്യാരണ്ടി കൊടുക്കുമ്പോഴേക്കും അത് 40 വർഷം ഗ്യാരണ്ടി കൊടുത്തിട്ട് ഒരു 20 വർഷത്തിൽ ചീത്തയായി പോയെന്നെങ്കിലും പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കാം. 5 വർഷത്തിൽ ചീത്തയായി പോയി എന്ന് പറയുമ്പോഴേക്കും അയാളെ പണിഷ് ചെയ്യേണ്ടതാണ്. അയാളുടെ കയ്യിൽ നിന്ന് പൈസ റിക്കവർ ചെയ്തെടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അയാൾക്കതിനെ വീണ്ടും കൊടുത്തുവിടാൻ പറ്റില്ല എന്ന് ശ്രീ മഞ്ജുഷ പറഞ്ഞോളൂ അതിൻ്റെ അകത്ത്. പക്ഷെ മഞ്ജുഷ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ സാറ് പറയുന്നത് വന്നിട്ട് ശരിക്കും അത് അയാളുടെ അടുത്തേക്ക് എത്തിച്ചു, എല്ലാം ഒരു പോയിന്റിലേക്ക് എത്തണമല്ലേ സാറേ? അത് തെറ്റല്ലേ? അത് നമുക്കത് വന്നിട്ട് അവിടെ സ്വർണം ഉണ്ടായിരുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തുകൊണ്ടോ അയാളുടെ അടുത്ത് കൊടുത്തു. രണ്ടും ഒന്നല്ലേ സാർ? സാറൊന്ന് ആലോചിച്ച് അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് സാർ? 19 ഗ്രാമൊന്നും അല്ല, ടോട്ടൽ എന്ന് പറയുന്നത് 397 ഗ്രാമാണ്. അതിലേണ്ട 2 പാളി കൊടുത്തിട്ടില്ല. എന്നാലും വേണ്ട 291 എങ്ങാണ്ടോ ഉണ്ടായിരുന്നു. ജനം കേട്ടോണ്ടിരിക്കുമല്ലേ? 2019 സ്വർണ്ണം നഷ്ടപ്പെട്ടു നിങ്ങൾ പറയുന്നു. ഒരു പരിധി വരെ ഞാൻ നഷ്ടപ്പെട്ടു. അത് ഒരിക്കലും കറക്റ്റ് ആണ്. അന്ന് ചില വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, ചില വ്യക്തികളെ നിങ്ങൾ വിമർശിച്ചുകൊണ്ട്, ഇതെല്ലാം നിങ്ങൾ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കാൻ ശ്രീ ലൂക്കോസ്. ഇത് തെറ്റാണ്. വാദഗതികളെല്ലാം തെറ്റാണ്. അങ്ങ് പറഞ്ഞു വെക്കുന്നതെല്ലാം തെറ്റാണ് ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് ഈ തട്ടിപ്പ് സംഘത്തെ, ഈ കൊള്ള സംഘത്തെ ന്യായീകരിക്കാനാണ് അങ്ങ് ശ്രമിക്കുന്നത്. അത് തെറ്റായ കാര്യമാണ്. ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നു. അത് ഏത് പരിധിയാണ് അങ്ങ് വിശദീകരിച്ചതാ? ഏത് പരിധി വരെ അങ്ങ് വിശ്വസിക്കുന്നത്? ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്നു. ചെമ്പാണോ സ്വർണ്ണമാണോ, അളവ് എത്രയാണ്, കിലോ എത്രയാ, ഇങ്ങനെയൊക്കെയാണോ ചോദിക്കേണ്ടത്? തട്ടിപ്പ് നടന്നു, അത് സത്യമാണ്. അതറിയാൻ ഒരാൾ പോലും ഈ കേരള സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങൾ പറയുന്ന ലോജിക്ക് സമ്മതിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. സമ്മതിച്ചുകൊണ്ട് ന്യായീകരിക്കുന്നത്. 2019 അന്നെന്താ പറഞ്ഞത്? 2019 ഇത് സ്വർണ്ണമാണെന്ന് പറയുന്നു. ഒരു പരിധി വരെ ഞാൻ അംഗീകരിക്കുന്നു. ആ പരിധി എവിടെയാണ്? ആ പരിധിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞതാ. ആ പരിധിയുടെ മാനദണ്ഡം പരിധി പറയാനുള്ള കാരണം അറിയോ? ആ സാറ് കേൾക്കേ, ഇപ്പോൾ കോടതിയിലാണ്, അന്വേഷണത്തിലാ. അതിനു മുമ്പേ ഞാൻ കയറിയതിനകത്ത് ഇങ്ങനെയാണ്. അതൊരു ന്യായീകരണമാണ്. ഇനി അങ്ങോട്ട് ഈ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇവർക്കൊക്കെ നന്നായി. കാരണം എല്ലാം കോടതിയിലാണല്ലോ, കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിയാം, കുറച്ച് സമയത്തേക്ക് ഒഴിയാം. ശ്രീ സെന്തിൽനാഥൻ, റെജി ലൂക്കോസ് പറഞ്ഞ ലോജിക് ഉണ്ടല്ലോ. ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല, അവിടെ കൊണ്ടെത്തിക്കുകയായിരുന്നു. പിന്നെ എന്നോട് തുച്ഛമായ സ്വർണത്തിന് വേണ്ടി ഈ പറയുന്ന PS പ്രശാന്തൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്തുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അവിടെ നടന്നതൊരു കള്ളക്കളി തന്നെയല്ലേ കഴിഞ്ഞ മാസവും? അതെ സാർ, അത് ശരിക്കും പറയാൻ പോയി കഴിഞ്ഞാൽ 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കുമ്പോഴേക്കും 5 വർഷത്തിൽ പോകുമ്പോൾ നമ്മൾ അയാളെ പണിഷ് ചെയ്യേണ്ടത്. അത് ആരാണെങ്കിലും അങ്ങനെ ചെയ്യും. പക്ഷേ അയാളുടെ അടുത്ത് തന്നെ എത്തിച്ച് റെക്ടിഫൈ ചെയ്യാൻ പറയുക എന്ന് പറയുന്നത് വീണ്ടും ഒരു
തെറ്റായിട്ടുള്ള ഒരു ലീഡാണ്, അതിൽ സംശയമില്ല. കാരണം വീണ്ടും അയാൾ ചെയ്യുമ്പോൾ ഏത് ഗ്യാരണ്ടിയിലായാലും വീണ്ടും തിരിച്ചു തരാൻ പോകുന്നത് ഗ്യാരണ്ടിക്കായിട്ട് അയാൾക്ക് കൊടുത്തു വിട്ടെന്ന് പറയുമ്പോൾ വീണ്ടും ചെയ്യുന്നതിൽ എന്ത് ഗ്യാരണ്ടിയാണ് അയാൾ തരാൻ പോകണമെന്നുള്ളൊരു സംശയം അവിടെ ഇരിക്കുന്നുണ്ട് സാറേ. രജി ലൂക്കോസ് സാർ ആ പോയിന്റ് കൂടി ഒന്ന് ചിന്തിക്കണം. അപ്പോൾ അയാളടുത്ത് കൊടുത്തു വിട്ട് തെറ്റല്ലേ എന്നല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത്. അതിനെപ്പറ്റി അത് ശരിയായിരിക്കാം എന്ന് ന്യായീകരിക്കേണ്ടത് ശരിയുണ്ടോ സാറേ? അത് പുള്ളി മഞ്ജുഷ സാറ് മറ്റൊരു കാര്യം കൂടിയുണ്ട് റജി, അതിനകത്ത് കാര്യം ഇതിനകത്ത് ഈ സ്വർണത്തിന്റെ അളവൊന്നുമല്ല ഇപ്പോഴത്തെ കാര്യം. ഇതൊരു അമൂല്യ വസ്തുവാണ്. 5 വർഷമാണെങ്കിലും ശബരിമല ശ്രീകോവിലിൽ ഇരുന്ന വസ്തുവാണിത്. ഇത് ഈ പറയുന്ന അല്ലല്ല, ആരും അറിയാതെയാണ് ഇത് കൊണ്ടുപോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഉദ്യോഗസ്ഥരുടെ കൈ കൊടുത്തു വിട്ടാൽ തന്നെ ഇനി അവിടെ ചെന്നിട്ട് ഈ പോറ്റിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ സമയം അവിടെ കാവൽ നിൽക്കാനൊന്നും പറ്റുകയില്ല. പോറ്റി പഴയ കാര്യങ്ങൾ ആവർത്തിക്കും. ഈ ജയറാമിനെ പോലെയുള്ളവരുടെ വീടുകളിലേക്ക് ഈ സ്വർണ്ണപ്പാളികളുമായിട്ട് എഴുന്നള്ളത്ത് നടത്തും, അവിടെ പൂജ നടത്തും. അവിടെ പോറ്റിക്ക് കിട്ടുന്നത് ലക്ഷങ്ങളുടെ ദക്ഷിണയാണ്. പോറ്റിക്ക് എന്തെങ്കിലും 2 വീടോ മറ്റോ ഇവിടെ പണിത് കൊടുത്താൽ മതി ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നാട്ടിലൊക്കെ. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടതാണ്. അജികുമാറിന് വേണ്ടിയൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കുമ്പോൾ പ്രശാന്തും സംശയ നിഴലിലാണ് എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും. ശരി ജിതിൻ, അന്വേഷണം കണ്ടെത്തട്ടെ. അതിനല്ല അന്വേഷണം കഴിഞ്ഞിട്ടുള്ളത്. പ്രശാന്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയാ പ്രിവിലേജ് ഉണ്ടോ? അന്വേഷണം കണ്ടെത്തട്ടെ. അതിന് അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് അത് അതാണ് ഞാൻ പറഞ്ഞത്. ഇനി അന്വേഷണം പറയുകയുള്ളൂ. ശരി, പക്ഷേ ശ്രീ സെന്തിൽനാഥ്, ഞാൻ 2005 കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ്. 2005 എന്തെങ്കിലും ന്യായീകരണം ഇക്കാര്യത്തിൽ അവർക്ക് പറയാനുണ്ടോ? 2005 2025 എന്തെങ്കിലും ന്യായീകരണം അവർക്ക് പറയാനുണ്ടോ? 2025 അതാണ് എനിക്ക് തെറ്റിയതാണ്. 2025 എന്തെങ്കിലും ന്യായീകരണം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അതെ രജി ലൂക്കോസ് സാർ, അത് സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആളെ കൂടുതൽ അയക്കുന്നത് കൊണ്ട് അവിടെ പ്രശ്നം തീരുന്നില്ല. അയാളടുത്ത് എന്തുകൊണ്ടാണ് തിരിച്ചും കൊടുത്തു വിട്ടേന്നുള്ളതാണ് നമ്മൾ ചോദ്യം പറയേണ്ടത്. സത്യം അതല്ലേ സാറേ? അയാളുടെ അടുത്ത് ഒരു വിശ്വാസം നഷ്ടപ്പെടുമ്പോഴേക്കും അമൂല്യമായ ഒരു വസ്തുവാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അയാളുടെ അടുത്ത് കൊടുത്തു വിടുന്നത് തെറ്റല്ലേ എന്നുള്ള ഒരാൾ ചോദിക്കേണ്ടത്. വീണ്ടും അയാളുടെ അടുത്ത് ഞാൻ ഉദ്യോഗസ്ഥനെ വെച്ചു, അയാളുടെ കൂടെ അയച്ചു, എന്നിട്ട് അത് നിരീക്ഷിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? എഗെയിൻ ഈ പറഞ്ഞ ആൾക്കാർ ഈ 2025 പോട്ടെ, 28 പോയി കഴിഞ്ഞാൽ ഉത്തരം പറയുമോ അവരെ? 2028 വീണ്ടും അതിന്റെ പ്ലീസ്, അതായത് 2025 ഈ പോറ്റിയുടെ അല്ല ഇത് കൊടുത്തു വിട്ടത്. തിരിച്ചു കൊണ്ടുവന്ന പോറ്റിയല്ല ഉദ്യോഗസ്ഥന്മാരുടെ ക്യാമ്പ് ചെയ്യുക കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇത് കൊടുത്തു വിട്ടത്. പക്ഷെ ഈ 4% ഗ്യാരണ്ടി എന്ന് പറയുന്നതിനോട് എനിക്കും എതിർപ്പുണ്ട്. അയാളെ വിശ്വസിച്ചതിൽ എതിർപ്പുണ്ട്. അയാളെ എവിടുന്നോ വന്ന ഒരു സ്ട്രേഞ്ചറെ വിശ്വസിച്ച് 2019 ഈ വിഗ്രഹത്തിന്റെ പാളികൾ കൊടുത്തു വിട്ടെന്ന് പറഞ്ഞാൽ അത് പവിത്രമായ ശബരിമലയോട് ചെയ്ത കൊടുപ്പാതകമാണ്. ഒരു സംശയമില്ല സാറേ. പ്ലീസ് കണ്ടിന്യൂ. അല്ല സാർ, അതിൻ്റെ അകത്ത് ഒരു മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ പോറ്റിക്ക് വന്നിട്ട് ഒരു ഫാക്ടറി ഇല്ല. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് അയാളുടെ കെയർ ഓഫിൽ അയാളുടെ പരിചയത്തിലുള്ള ആളുടെ ഒരു സ്ഥാപനമാണത്. അപ്പോൾ പോറ്റി ഡസ് നോട്ട് ഹാവ് എനി കമ്പനി ഓഫ് ഹിസ് ഓൺ. അപ്പോൾ പോറ്റി ഈസ് ഓൺലി എ മീഡിയേറ്റർ. അപ്പോൾ ഇത് എത്തിച്ചിരിക്കുന്നത് വീണ്ടും അതേ കമ്പനിയിലേക്കാണ്. പോറ്റിയിലേക്ക് കൊടുത്തില്ല എന്ന് പറയുന്നതും പോറ്റി ആ കമ്പനിയിലേക്ക് എത്തിച്ചെന്ന് പറയും രണ്ടും ഒന്നാണെന്നാണ് ശ്രീ മഞ്ജുഷ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്ത്. സാറിന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? ഒരാൾ ചോദിക്കാനുണ്ടാവണം. മേലുദ്യോഗസ്ഥന് ഒരാൾ വന്നിട്ട് ഈ ചെയ്ത പ്രൊസീജിയർ ഈ ചെയ്ത പ്രക്രിയ തെറ്റല്ലേ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ തെറ്റ് ആവർത്തിച്ച് ചെയ്യില്ല സാർ. അത് ഉറപ്പായിട്ടും നമ്മൾ ആരും ഇതിന് ചെയ്യില്ല സാർ. നമ്മൾ സ്വന്തം വീട്ടിലെ ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ ചെയ്യുമോ? അത് ബഹുമാനപ്പെട്ട അല്ല സാറേ, ഞാൻ പറഞ്ഞില്ല, ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു. 2025 പറ്റിയ ഒരു വീഴ്ച എന്ന് പറയുന്നത് ഇയാളുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ വാക്ക് ദേവസ്വം ബോർഡ് പറയാൻ പാടില്ലായിരുന്നു. എല്ലാം അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയാണ്. ഇതിന്റെ എന്തായാലും റജി ലൂക്കോസ് ആർജവത്തോടു കൂടി എല്ലാ കാര്യവും സമ്മതിക്കുകയാണ്. അപ്പോൾ 2019 ആണെങ്കിലും 2025 ആണെങ്കിലും ഇടയ്ക്ക് 2023 ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ജപമാല, യോഗദണ്ഡ്, മുദ്രമാല, 2023 ജപമാല, മുദ്രമാല, യോഗദണ്ഡ് ഇതൊക്കെയുണ്ട്. എണ്ണി പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് നമ്മൾ സാധാരണ ഒരു ലോജിക്കിൽ നമുക്ക് സാധാരണ ഒരു ലോജിക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊന്ന് കേൾക്കണം. നമ്മുടെ വീട്ടിൽ ഒരു 6 months ഗ്യാരണ്ടി തന്ന ആഭരണം
നശിച്ചു പോകുമ്പോഴേക്കും നമ്മൾ അയാളോട് ചോദ്യം ചോദിക്കുകയോ അയാളോട് ദേഷ്യപ്പെടുവോ ഇല്ല റീപ്ലേസ്മെൻറ്റ് ചോദിക്കുമോ? സാധാരണ നമ്മുടെ വീട്ടിൽ. അപ്പോൾ ഇതൊരു വലിയ അമൂല്യ വസ്തുവാകുമ്പോഴേക്കും നമ്മൾ എത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അതിൻ്റെ അകത്ത്. അതവിടെ ലാപ്സല്ലേ വരുത്തിയേക്കണത്. അതിന് ചോദ്യം ചെയ്യാൻ ഒരു ഹയർ അപ്സ് വേണ്ടേ അവിടെ? ഇത്രേ പറഞ്ഞോളൂ മിസ്റ്റർ മഞ്ജുഷ അവിടെ. അതെ, അതിനാണ് പി എസ് പ്രശാന്ത് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വിജിലൻസ് പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ 1.5 കിലോയിൽ നിന്ന് 407 ഗ്രാമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത്രയും സ്വർണം പോയിട്ടുണ്ട്. പക്ഷേ ശ്രീ സെന്തിൽനാഥൻ പറയുന്ന കണക്കനുസരിച്ചാണെങ്കിൽ ഏകദേശം 5 കിലോയിൽ നിന്നാണ് 407 ഗ്രാമായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അതായത് 625 പവനിൽ നിന്നാണ് 51 പവനായിട്ട് കുറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. താങ്കൾ ഇപ്പോഴും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണല്ലോ അല്ലേ ശ്രീ സെന്തിൽനാഥൻ? അതെ, അത് മിസ്റ്റർ മഞ്ജുഷ ഞാൻ അവിടെ കൂടി ഒന്ന് പറയാം. നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും കൂടി നമ്മൾ ലോജിക്കായിട്ട് പറയാം. കൊടുത്തുവിട്ട സാധനം 26 കിലോസ് പ്ലസ് 26 കിലോസ്, അതിൽ 48 തിരിച്ചു വന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു 4 കിലോസ് പോയി എന്നുള്ള ഒരു കണ്ടെത്തൽ ഇൻഡയറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ സ്ക്വയർ ഫുട്ട് ബേസിസ് അതിൻ്റെ നിഗമനത്തിലാണ് പറഞ്ഞാൽ 4 to 5 കിലോസ് അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. നമുക്കിപ്പോൾ ഏകദേശം അതിലേക്ക് ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 1.5 കിലോളം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഇനി ഫർദർ ഇൻവെസ്റ്റിഗേഷൻസിൽ നമുക്ക് ഇറ്റ് ക്യാൻ ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ്. അത് എന്താണെങ്കിലും സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതും തിരിച്ചു വന്നപ്പോൾ 390 ഗ്രാം ഉണ്ടായിരുന്നാലും 1 കിലോ 100 ഗ്രാമിന് ഉത്തരം പറഞ്ഞേ പറ്റുമെന്നുള്ളത് ഇറ്റ് ഗോസ് വിതൗട്ട് സെയിങ്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ആവശ്യമില്ല. അത് തെറ്റ് തന്നെയാണ്. ഇനി മനഃപൂർവ്വമാണോ അല്ലോ ശിക്ഷിക്കണോ എന്നുള്ള എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ ദി ഇതെത്തി. ഈ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ സാധനം പോലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ഒരു പൊക്കിഷമായിട്ടുള്ളൊരു സാധനം, അമൂല്യമായിട്ടുള്ളൊരു സാധനം നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ള സത്യത്തെ നമ്മൾ അംഗീകരിച്ച് പഠിക്കണം ആദ്യം. എനിത്തിങ് വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മളൊരു ഭക്തരാണെങ്കിൽ പോലും നമ്മൾ ഒരു അന്യൻ്റെ മുതൽ കക്കുന്നത് പോലെ തന്നെ തുല്യമല്ലേ സാറേ ഇത്? അതും അനേക കോടി ജനങ്ങൾ വന്നിട്ട് ഭക്തർ എവിടെ നിന്നൊക്കെയാണ് വരുന്നത്? ഈവൻ ഫ്രം എബ്രോഡ്, ശ്രീലങ്ക, മലേഷ്യ, എവിടെ പോയാലും, അമേരിക്ക, മലേഷ്യ, ദർ എവർ സോ മെനി പീപ്പിൾ. ഞാൻ അവിടെ നിന്ന് കണ്ണുനീര് വിടുന്ന ഭക്തരെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ ചെറുപ്പത്തിൽ അവിടെ പോയി എത്തിക്കുമ്പോഴേക്കും ആ ഒരു സായുജ്യം. തിരുപ്പതിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കരയുന്നവരെ കണ്ടിട്ടുണ്ട്, കൊല്ലൂര് കരയുന്നവരെ കണ്ടിട്ടുണ്ട്, പത്മനാഭസ്വാമിക്ഷേത്രത്തിൽ. ഇതെല്ലാം അവരുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു വികാരമാണ് സാറ്. അപ്പോൾ അതിനെ നമ്മൾ നിലനിർത്താനായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത്. അതല്ലേ ആ സത്യം. ആ തരത്തിൽ നോക്കുമ്പോഴേക്കും ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരാൾ വേണ്ട. ഈ ചെയ്യുന്ന പ്രൊസീജിയർ ശരിയല്ല, ഇത് ശരിയല്ല. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൂടുതൽ സൗകര്യങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയായിരുന്നു. ശ്രീ ജിതിൻ്റെ മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുള്ളത്, ഈ പറയുന്ന പോറ്റി സ്ഥിരമായിട്ട് മെയിൽ അയക്കുന്നു, പത്മകുമാറിന് മെയിൽ അയക്കുന്നു, പ്രശാന്തിന് മെയിൽ അയക്കുന്നു. ഈ മെയിലിനൊക്കെ കൃത്യമായിട്ട് റിപ്ലൈ പോകുന്നത് അവസാനം എത്തിയിരുന്നത് ഈ പോറ്റിക്ക് തന്നെ ഇതിൻ്റെ കരാർ കൊടുക്കുന്ന രീതിയിലേക്കാണ്. ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് ഇത്രയും വർഷവും പോറ്റി അവിടെ വിലസിയിരുന്നത്. അപ്പോൾ ഈ പോറ്റിയെ ഒറ്റയടിക്ക് ഒരു കോർഡർ ചെയ്തുകൊണ്ട് ഈ അന്വേഷണം കൊണ്ടുപോകുവാൻ കഴിയുമോ? അതിനപ്പുറത്തെ കാര്യങ്ങൾ, കാരണം പോറ്റി നിസ്സാരക്കാരനല്ല. മഞ്ജുഷേ, ഇടനിലക്കാരനല്ല, കാര്യക്കാരനായിരുന്നു പോറ്റി. ശബരിമലയിലെ ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെയും കാര്യക്കാരനായിരുന്നു പോറ്റി. പോറ്റിയുടെ ആത്മവിശ്വാസം നമ്മൾ കാണുന്നില്ല 2 ദിവസമായിട്ട്. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ചോദ്യം ചെയ്യലിന് ഇറങ്ങി വരുന്ന സമയത്തും ഒക്കെ പോറ്റി വളരെയധികം ആത്മവിശ്വാസത്തിലാണ്. കാരണം പോറ്റിയെ തൊടാൻ സാധിക്കില്ല. പോറ്റി വാ തുറന്നാൽ പല പേരുകളും പുറത്തു വരുമെന്ന് ഇവർക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് പോറ്റി ഇത്ര ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുന്നത്. നമുക്ക് എത്രമാത്രം ഗൂഢാലോചനയുള്ള തട്ടിപ്പാടി നടക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കണം. ശ്രീ റെജി ലൂക്കോസ് ഇവിടെ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു PS പ്രശാന്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട്. 2019 സ്വർണം പൂശിക്കൊണ്ടുവന്ന സാധനം 2019 കൊണ്ടുവന്ന ദ്വാരപാലകന്മാരുടെ ശില്പത്തില് വീണ്ടും 2023 വീണ്ടും ഇതിനകത്ത് തെറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഇതിനകത്ത് സ്വർണം പോയി, അല്ലെങ്കിൽ ഇതിന് മങ്ങലേറ്റു, പ്രഭ മങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇയാളെ തന്നെ കൊടുത്തയക്കാൻ പോകും. നമ്മളാണെങ്കിൽ ചെയ്യുവോ? നമ്മൾ ശ്രീ റെജി ലൂക്കോസ് അങ്ങയുടെ വീട്ടിലേക്ക് അങ്ങ് ഒരു ചെറിയ ഒരു സ്വർണ്ണ ഉരുപ്പടി വാങ്ങിയാൽ അങ്ങ് ഇത് ചെയ്യാൻ തയ്യാറാകുമോ? തയ്യാറാകില്ലെന്നേ. അപ്പൊ ഇതിനകത്തൊക്കെ ആർക്കും എന്തും ചെയ്യാന്നുള്ള സാഹചര്യമാണ്. ഇങ്ങനെ വിശ്വാസ തട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷന്റെ അറിവോടെ നടന്നതാണ്. നോക്കൂ, ഇതിനകത്ത് ഒരു സുതാര്യതയില്ല മഞ്ജുഷേ. 2020-21 ഈ പറഞ്ഞ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടന്ന ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ അങ്ങേക്ക് തരാം. 3000-3100 പേജ് ഉണ്ട്. ആ പേജിനകത്ത് എത്ര സ്ഥലങ്ങളിലറിയോ ആ ഓഡിറ്റർ അഡ്മിനിസ്ട്രേഷൻ ലോസ് അഡ്മിനിസ്ട്രേഷൻ ഇറഗുലാരിറ്റീസ് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുള്ളതെന്ന് അറിയാമോ? പല സ്ഥലങ്ങള്. ഇവിടെ പൈസ വിനിയോഗിച്ചതിന് തെളിവില്ല. പൈസ വിനിയോഗിച്ചു കഴിഞ്ഞാൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത പൈസ എങ്ങനെ വിനിയോഗിച്ചതിന് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ആവർത്തിച്ച് ജനങ്ങൾക്ക് കൊടുത്തില്ല. അതുകൊണ്ട് ഈ ഏറ്റവും ലാസ്റ്റ് ഫിനാൻഷ്യലുള്ള പൈസ ഫണ്ട് ലാപ്സായി പോയി. സ്വദേശി ദർശന്റെ കേരള ഗവൺമെന്റ് വകയിരുത്തിയ പൈസ, ആ പൈസയ്ക്ക് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. അതിന്റെ യൂട്ടിലൈസേഷൻ
സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് 3-4 വർഷമായിട്ട് കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇവർ കോടിക്കണക്ക് മുടക്കി അയ്യപ്പ സംഗമം നടത്തി ജനങ്ങളെ പറ്റിക്കുന്നത്. നോക്കൂ, 3 ജർമ്മൻ പന്തലിട്ടതിന് 8,23,00,000 രൂപയാണ് ഇപ്പൊ മൊത്തം പൈസയും കൊടുത്തു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത ഇട്ടുകൊണ്ടിരിക്കുക. 8,23,00,000 രൂപ മാറ്റിവെക്കുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് 2,82,00,000 രൂപയ്ക്ക് പരിപാടി നടത്തുന്നു. ഇങ്ങനെ കോടികൾ മാറ്റി ഞാൻ മനസ്സിലാക്കുന്ന മഞ്ജുഷ്, ഇവരുടെ സ്വന്തം കമ്പനിയായ ഊരാളുങ്കൽ വഴി ഇത്തരത്തിലുള്ള കോടികൾ റിസർവ് ചെയ്യുക. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വേണ്ടുന്ന പാർട്ടി ഫണ്ടിന്റെ വകയിരുത്തലാണ് ഈ നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയനിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കത്തില്ല ശ്രീ റജി ലൂക്കോസ്. അങ്ങ് ശബരിമലയിൽ പോകുന്ന ഒരു വിശ്വാസിയാണെന്ന് ഞാനിപ്പോ അങ്ങ് പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും അങ്ങ് ഇതൊക്കെ സമ്മതിക്കാൻ തയ്യാറാകുന്നത്. അങ്ങേ കാരണം അങ്ങേക്ക് അയ്യപ്പനിൽ വിശ്വാസമുണ്ട്, അയ്യപ്പനെ പേടിയുണ്ട്. പക്ഷേ ഇതിൽ വിശ്വാസിയാണ്, പക്ഷേ എപ്പോഴും സത്യം ജിതിൻ ദേവ്ജി കറക്റ്റാണ്. ജിതിൻ ദേവ്ജി ലൂക്കോസ് സാർ മനസ്സിലാക്കേണ്ടത്, ഈ ജിതിൻ ദേവ്ജി പറയുന്നത് വന്നിട്ട് മനസ്സിലുള്ള വികാരമാണ്. ഓരോ ഹൈന്ദവരുടെയും വികാരമാണ് പറയണതെന്ന് മനസ്സിലാക്കണം. അത് സത്യമാണ്, നമുക്കത് അംഗീകരിക്കാം. ജിതിൻ ദേവ്ജി അത്ര ഡീപ്പായിട്ട് അതിൻ്റെ അകത്ത് പോയിട്ട് ഓരോ ഭക്തർക്ക് വേണ്ടി ചെയ്യേണ്ടതായിട്ടുള്ളൊരു പ്രതിനിധിയായിട്ടാണ് അവിടെ പറയുന്നത്. സത്യത്തിൽ നമ്മൾ അത് അംഗീകരിച്ചു കൊടുക്കണ്ടേ? ശരി, റജി മറുപടി. ശബരിമല എന്ന് പറയുന്ന പരിപാവനമായ ആ ആസ്ഥാനത്തെ കേരളത്തിലെ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരു മതേതര ഒരു കേന്ദ്രമാണ്, ഒരു ഭക്ത ഒരു കേന്ദ്രമാണ്. അതിനെ എല്ലാവരും ബഹുമാനിക്കും. ആ ബഹുമാനാണ് എന്റെ ചർച്ചകളിൽ ഞാൻ കാണിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും അവിടെ പോയിട്ടുണ്ട്, പ്രശസ്തരാകുന്ന വ്യക്തികളുണ്ട്. എനിക്കൊരു ആകാംക്ഷയാണ്. ഞാൻ തിരുപ്പതി പോയിട്ടുള്ള ആളാ. എത്രയോ ക്ഷേത്രം, എനിക്ക് ക്ഷേത്രങ്ങളിൽ പോകുന്നൊരു താല്പര്യമുണ്ട്. അത് വിശ്വാസത്തിനേക്കാൾ ഉപരിയായി അത് നൽകുന്ന ചില പ്രത്യേകതകളുണ്ട്. ശരീരപരമായിട്ടുള്ള ശാസ്ത്രീയപരമായ അടിത്തറകള്, പൗരാണികപരമായിട്ടുള്ള അവിടുത്തെ സ്കൾപ്ചേഴ്സ്, ഇതൊക്കെ വണ്ടർഫുൾ ആണ്. നമ്മുടെ ലോകത്തിൽ എവിടെ, ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളതാണ്. എവിടെ പോയാൽ ഇത്തരം കാര്യങ്ങൾ കാണുന്നതിന് നമുക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. ആ ബഹുമാനം ഞങ്ങൾക്കുണ്ട്. ഒരു തർക്കവും നിങ്ങളെ വിചാരിച്ചിരിക്കുന്ന കാര്യമില്ല. നമ്മൾ സമീപിക്കുന്നത് 30 സെക്കൻഡ്. അങ്ങ് പറയുന്നത് പോലെ അല്ല ശബരിമലയിൽ സാധാരണക്കാരെ ഭക്തർ, ഞാൻ ഉൾപ്പെടെയുള്ള ഈ ശബരിമലയിൽ പോകുന്ന സാധാരണക്കാര് ഭക്തർ കാണുന്ന അവിടുത്തെ വാസ്തുശില്പങ്ങളും ദ്വാരകശില്പങ്ങളും കണ്ട സാവിയോടെയല്ല. ആ മല കയറി അവിടെ കഷ്ടപ്പെട്ട് ചെന്ന് ആ ഭഗവാന്റെ മുന്നിൽ ചെന്ന് ഒരു കണ്ണ് നിറഞ്ഞു പോകും ശ്രീ രജി ലൂക്കോസ്. നമ്മൾ തൊഴുമ്പോൾ നമുക്ക് കിട്ടുന്ന ആത്മവിശ്വാസമുണ്ട്. അതാണ്, അല്ലാതെ ഞങ്ങൾ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി ശ്രീ രജി ലൂക്കോസ്, നന്ദി ശ്രീ സെന്തിൽനാഥൻ. നേരത്തെ ചർച്ചയിലുണ്ടായിരുന്ന ശ്രീ രാഹുൽ ഈശ്വർ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: സ്വർണ്ണപ്പാളി തട്ടിപ്പ് അന്വേഷണത്തിലൂടെ പുറത്തു വരുമോ? വരുമെന്ന് 45% പ്രേക്ഷകർ, അന്വേഷണത്തിലൂടെ പുറത്തു വരില്ല എന്ന് 52%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.